ബൈബിൾ പറയുന്നു, പിന്നെ സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനൈസർ എന്ന പേരിട്ടു. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറ, ഫെലിസ്ത്യർ ഒതുങ്ങി. ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് അവർ വന്നില്ല. പിന്നെ ഇസ്രായേൽ ദേശത്തേക്ക് കയറി വരാൻ പറ്റാത്ത രീതിയിൽ ദൈവം ഒതുക്കി. സാമുവേലിന്റെ കാലത്തൊക്കെയും യഹോവയുടെ കൈ ഫെലിസ്ത്യർക്ക് വിരോധമായിരുന്നു. എക്രോൺ മുതൽ ഗത്ത് വരെ ഫെലിസ്ത്യർ ഇസ്രായേലിനോട് പിടിച്ചിരുന്ന പട്ടണങ്ങൾ ഇസ്രായേലിന് തിരിച്ചു കിട്ടി. നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടി. ഞാനിതെല്ലാം പറയുമ്പോൾ ഇന്ന് പകൽ ഓരോ കുടുംബങ്ങളിലേക്ക് വീഴുന്ന ദൈവിക ആലോചനയാണ്. അവയുടെ അതിർനാടുകളും ഇസ്രായേൽ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഇസ്രായേലും അമോന്യരും തമ്മിൽ സമാധാനമായിരുന്നു. സമാധാനം ഉണ്ടായി. ഇവിടെ ആദ്യത്തെ വാക്ക് ഞാനെന്ന് എടുത്ത് പറയാതെ എനിക്കിത് മുന്നോട്ട് പോകാൻ പറ്റുകയില്ല. പിന്നെ സാമുവേൽ. പിന്നെ സാമുവേൽ. ആരാണ് സാമുവേൽ? സാമുവേൽ എന്ന വാക്കിന്റെ അർത്ഥം ദൈവം പ്രാർത്ഥന കേട്ടു എന്നുള്ളതാണ്. ഗോഡ് ഹാസ് ഹേർഡ് മൈ പ്രേയർ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. വിശുദ്ധ ബൈബിളിൽ 7 പുസ്തകങ്ങളിലായി, ഇതൊക്കെ കുറച്ച് ചരിത്രവും കൂടെ പറഞ്ഞു പോവുകയാണ്. പിന്നെ റെവലേഷനിലേക്ക്, ആ പ്രൊഫറ്റിക് മൂവിലേക്ക് നമ്മൾ വരും. വിശുദ്ധ ബൈബിളിൽ 7 പുസ്തകങ്ങളിലായി ഏകദേശം 140 പ്രാവശ്യം സാമുവേലിന്റെ പേര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അടുത്തിരിക്കുന്ന ആളുടെ പറയുക, 140 പ്രാവശ്യം ബൈബിളിൽ മുഴുവനായി സാമുവേലിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ മനുഷ്യനെ കുറിച്ച്, ഈ ദൈവ മനുഷ്യനെ കുറിച്ച് വായിക്കുമ്പോൾ, ദൈവജനം ധ്യാനിക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ ആത്മതലത്തിൽ റിവീൽഡ് ആകുകയാണ്. എൻ്റെ പഠനത്തിലൂടെ ഞാനത് മനസ്സിലാക്കുന്നു, പ്രാർത്ഥനയിൽ ഞാനത് തിരിച്ചറിയുന്നു. ഒന്നുകൂടെ പറയാം, 2 കാര്യങ്ങളാണ്. ഈ പല പല പുസ്തകങ്ങൾ റെഫർ ചെയ്ത റെഫറൻസുകളിൽ നിന്ന് ഞാനത് മനസ്സിലാക്കുന്നു. 2, പ്രാർത്ഥനയിലും എനിക്ക് ഈ കാര്യം ബോധ്യമാകുന്നു. സാമുവേൽ എന്ന് പറയുന്നത് ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന് പറഞ്ഞ് ഹന്നായിക്ക് ദൈവം കൊടുത്ത ഒരു തലമുറയാണ്. ചുരുക്കി പറഞ്ഞാൽ സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നവരോട് ഈ സാമുവേൽ ആരാന്നൊന്ന് പറഞ്ഞിട്ട് ഒരു വാക്ക് പറയും. അത് ഞാൻ ആദ്യമേ ഒന്ന് പറയും, അവസാനം ഒന്ന് പറയും. പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ചെറുതായി പോകുക. വീണ്ടും പറയുന്നു, പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കലും ഒരു കഥയായി തീരുകയില്ല. പ്രാർത്ഥനയുടെ മറുപടി എപ്പോഴും ഒരു ചരിത്രമായി തുടരും. കാരണം സാമുവേൽ ഒരു പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു. ഹല്ലേലൂയ. ഇന്ന് ഈ ഭാഗം എടുത്തു പറയുമ്പോൾ സാമുവേൽ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ലഭിച്ചവൻ, സാമുവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നു വന്നവൻ, യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചവൻ, സാഹചര്യങ്ങൾ എതിരായിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവൻ, ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തിയവൻ, ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്തവൻ, ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകൻ, വിശ്വസ്ത പുരോഹിതൻ,
ജീവപര്യന്തം ന്യായാധിപനായിരുന്നവൻ, രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവൻ, ദൈവവചനം കലർപ്പില്ലാതെ ജനത്തിന് നൽകിയവൻ, അന്യായമായി ഒന്നും സമ്പാദിക്കാത്തവൻ, ബൈബിളിലെ ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ എന്ന 3 പുസ്തകങ്ങൾ രചിച്ചവൻ. പ്രാർത്ഥനയുടെ മറുപടിയാണ്. പ്രാർത്ഥനയുടെ മറുപടിയാണ്. ഞാൻ എണ്ണീട്ടും തീരുന്നില്ല. പ്രാർത്ഥനയുടെ മറുപടി ഒരിക്കൽ ചെറുതായി പോകില്ല. ദൈവസന്നിധിയിൽ ഹന്നായെ പോലെ ഇന്ന് പകൽ എന്തിനൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നവരിവിടെ ഉണ്ട്. സാഹചര്യങ്ങൾ നിന്നെ വിഷമിപ്പിക്കുന്നുണ്ടായിരിക്കും, ചില സംഭവങ്ങൾ നിന്നെ ഡൗൺ ആക്കുന്നുണ്ടായിരിക്കും. പക്ഷെ വീണ്ടും ഞാൻ എടുത്തു പറയുന്നു, നീയേ ജയിക്കത്തുള്ളൂ. ജയം നിനക്കുള്ളതാണ്, വിജയം നിനക്കുള്ളതാണ്, മറുപടി നിനക്കുള്ളതാണ്. ഇത് എണ്ണിയാ തീരുന്നതല്ല. ഫെലിസ്ത്യന്മാരുടെ ആധിപത്യം അവസാനിപ്പിച്ച ദൈവത്തിന്റെ പ്രവാചകനാണ് സാമുവേൽ. ഇനി അതിലെല്ലാം അപ്പുറമായിട്ട് ഈ ഇമ്പാർട്ടേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്, ആത്മപകർച്ച. പുള്ളിയുടെ അടുത്ത് വരുന്നവൻ പ്രവചിക്കുമായിരുന്നു. ഞാൻ അതിലേക്ക് കയറുന്നുണ്ട്. അതിലോട്ട് കയറുമ്പോൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ചിലരുടെ മേളിലും ഇതേ ചില ആത്മതലങ്ങൾ ഇന്ന് പകൽ വെളിപ്പെടും. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു സാമുവേൽ. അങ്ങനെ തന്നെ ബൈബിൾ എഴുതിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് വരും. വാർദ്ധക്യം വരെ ജീവിച്ച് നരയുള്ള കാലം വരെ ശുശ്രൂഷിച്ച് വീണു പോകാതെ നിന്നവനാണ് സാമുവേൽ. സാമുവേലിന്റെ ലൈഫിൽ സാമുവേൽ ഫേസ് ചെയ്ത ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഒറ്റ നെഗറ്റീവ് കാര്യമേ ഉള്ളൂ. കണ്ടോ, തലപൊക്കിയുണ്ടോ? ഇത്രയും 17 എണ്ണം പോസിറ്റീവ് പറഞ്ഞത് ഇപ്പൊ തലപൊക്കാത്തവരും നെഗറ്റീവ് ഉണ്ടെന്ന് കേട്ടപ്പോ തലപൊക്കി. സാമുവേലിന്റെ ലൈഫിൽ സാമുവേൽ ഫേസ് ചെയ്ത ഒറ്റ നെഗറ്റീവ് കാര്യമേ ഉള്ളൂ, സാമുവേലിന്റെ തലമുറ വഴിതെറ്റിപ്പോയി. എന്നാൽ സാമുവേൽ എന്ന് പറയുന്ന വ്യക്തിയെ മാത്രമാണ്, ആ പ്രവാചകനെ കുറിച്ചാണ് ഇന്ന് പകൽ കർത്താവ് ഇവിടെ സംസാരിക്കുന്നത്. ഒന്ന്, സാമുവേൽ പ്രാർത്ഥനയുടെ മറുപടിയാണ്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 20-ാമത്തെ വാക്യത്തിനകത്ത് ഈ മോണിറ്റർ ഇവിടെ നിന്ന് മാറ്റിയാൽ സന്തോഷമായിരിക്കും. ബിക്കോസ് ഐ കൺ സീ ദാറ്റ് ടെലിവിഷൻ ഓവർ ദേർ. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. 1 ആണ്ട് കഴിഞ്ഞ് ഹന്ന ഗർഭം ധരിച്ച് ഇവിടെ ഒരു TV വെച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കുക. ഇനി അതെന്തുവാന്ന് അറിയാൻ വേണ്ടി. നെഗറ്റീവ് അല്ലയോ എല്ലാവർക്കും? ഈ ഇതിനകത്ത് ഈ ബൈബിൾ എഴുതി കാണിക്കുന്നുണ്ട്, അതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചുകൂടെ നോക്കി വായിക്കാൻ സൗകര്യമുണ്ട്. അപ്പൊ ഇവിടെ ഒരു മോണിറ്റർ ഇങ്ങനെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്കത് കാണാൻ പറ്റുന്നില്ല. സന്തോഷമായല്ലോ. എല്ലാവരും എന്നെ നോക്കിയാട്ടെ. പ്രൈസ് ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞേ. വായിച്ചോ പാസ്റ്റർ. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. വായിച്ചോ. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. എന്റെ അപേക്ഷയുടെ, എന്റെ പ്രാർത്ഥനയുടെ മറുപടിയാണ് സാമുവേൽ. ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ഞാൻ ഈ ദൈവമനുഷ്യനെ കുറിച്ച് തിരുവെഴുത്തുകളിലൂടെ പഠിക്കുമ്പോൾ, പ്രാർത്ഥനയിൽ മനസ്സിലാക്കുമ്പോൾ, പുസ്തകങ്ങൾ റെഫർ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഏറ്റവും വലിയൊരു സത്യമുണ്ട്. പ്രാർത്ഥനയുടെ മറുപടി ഒരു സംഭവമായിരിക്കും. നിങ്ങൾ ദൈവസന്നിധിയിൽ നിങ്ങളുടെ കഴിവുകൊണ്ട്, മിടുക്കുകൊണ്ട്
ചിലതൊക്കെ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി ദൈവം നിങ്ങളുടെ കരങ്ങളിലേക്ക് ചിലത് ഏൽപ്പിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാകും. ഞാൻ വീണ്ടും ആത്മതലങ്ങളിൽ ഈ വാക്കിനെ ഇവിടെ റിലീസ് ചെയ്യുന്നു. ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നിങ്ങൾ ചില പ്രാർത്ഥനയുടെ മറുപടികൾ കാണാൻ പോവുകയാണ്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. രണ്ടാമതായി പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, എനിക്ക് എബനൈസർ എന്ന വിഷയത്തിലേക്ക് വരണം. രണ്ടാമതായി ദൈവത്തിന്റെ ആലയത്തിനകത്ത് വളർന്നവനാണ് സാമുവേൽ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 1-ാം അധ്യായം 24-ാം വാക്യം. അവന്റെ മുലകുടി മാറിയ ശേഷം അവൾ 3 വയസ്സ് പ്രായമുള്ള ഒരു കാളയും ഒരു പറ മാവും ഒരു തുരുത്തി വീഞ്ഞുമായി അവനെ ശീലോവിൽ യഹോവയുടെ ആലയത്തിലേക്ക് കൊണ്ടുചെന്നു. യഹോവയുടെ ആലയത്തിലേക്ക് അന്ന അന്നൊരു പോക്ക് പോയിട്ട് 2-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യവും 21-ാമത്തെ വാക്യവും വായിക്കണം. പിന്നെ ഏൽക്കാന രാമേൽ തന്റെ വീട്ടിലേക്ക് പോയി ബാലൻ പുരോഹിതനായ ഏലിയുടെ മുമ്പിൽ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്ത് പോന്നു. വർഷങ്ങൾക്ക് ശേഷം പ്രാർത്ഥിച്ച് ലഭിച്ച പ്രാർത്ഥനയുടെ മറുപടിയായി ഉണ്ടായ ഒരു മകനാണ് സാമുവേൽ. ഒന്ന് ഓർക്കുക, ദീർഘ വർഷങ്ങൾ മക്കൾ ഉണ്ടാകാതിരുന്ന് ഒരു മകനെ ദൈവം കൊടുത്തു കഴിയുമ്പോൾ താലോലിക്കാനും കളിപ്പിക്കാനും ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനും അവനെ വളർത്താനുമൊക്കെ ഒരു അപ്പന്റെയും അമ്മയുടെയും ഹൃദയത്തിനകത്തുള്ള വ്യഗ്രത ചെറുതല്ല. പക്ഷേ ഇതെല്ലാം മാറ്റിവെച്ച് ഹന, എൽഖാന ഈ കുഞ്ഞിനെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് ഏലി പുരോഹിതന്റെ അടുക്കൽ ആക്കി വെച്ചു. Listen to me, something is happening in the spirit realm. ബൈബിൾ പറയുന്നു, ഈ പൈതലിനെ ദൈവത്തിന്റെ ആലയത്തിനകത്ത് പുരോഹിതനെ ഏൽപ്പിച്ചു കൊടുത്തു. അപ്പോ 1 പ്രാർത്ഥനയുടെ മറുപടി സാമുവേൽ, 2 ദൈവത്തിന്റെ ആലയത്തിന് വേണ്ടി ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ വിട്ടുകൊടുക്കുവാനും ഏൽപ്പിച്ചു കൊടുക്കാനും അവന്റെ മാതാപിതാക്കൾ കാണിച്ച മനോഭാവവും സാമുവേലിന്റെ വ്യക്തിപരമായ സമർപ്പണവും. 3-ാമത് ഈ പ്രാർത്ഥനയുടെ മറുപടി എന്ന് പറയുന്നത് ചെറുതല്ല. മനുഷ്യരുടെയും ദൈവത്തിന്റെയും പ്രീതിയിൽ വളർന്നവൻ. ഞാനിത് സംസാരിക്കുമ്പോൾ ചിലതൊക്കെ എനിക്ക് ഇന്ന് ഡിക്ലെയർ ചെയ്യാനുണ്ട്. മനുഷ്യരുടെയും യഹോവയുടെയും പ്രീതിയാൽ വളർന്നവൻ എന്ന് വെച്ചാൽ 2 മേഖലയിൽ നിന്നും സാമുവേലിൽ ഫേവർ ഉണ്ടായി, മനുഷ്യരിൽ നിന്നും ദൈവത്തിൽ നിന്നും. ഞാൻ പിന്നെ അങ്ങനെ ഒരാളെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ജനനം കണ്ടത് യേശുവിൽ മാത്രമാണ്. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ അവൻ മനുഷ്യരുടെ പ്രീതി ലഭിച്ച് വളർന്നവൻ എന്ന് എഴുതിയിട്ടുണ്ട്. ശമൂവേൽ ബാലനോ വളരും തോറും യഹോവയ്ക്കും മനുഷ്യർക്കും പ്രിയമുള്ളവനായി, അല്ലെങ്കിൽ and was in favor both with the Lord and also with men. And the child Samuel grown and was in favor both with the Lord and also with the men. In the name of Jesus, Oh, yes. We receive it. I decree Hallelujah. and I declare that word here, Lord. Yes.
യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വ്യക്തിപരമായി എനിക്കും എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഇത് ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. Wherever you go, the favor of the Lord will surround you. The favor of the Lord will follow you. In front of man and in front of God. അങ്ങനെ സംഭവിക്കട്ടെ. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ് എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം തോന്നട്ടെ. പറ, എല്ലാവർക്കും ഈ മിനിസ്ട്രിയോട് സ്നേഹം തോന്നട്ടെ. എല്ലാവർക്കും ഈ ശുശ്രൂഷയോട് സ്നേഹം തോന്നട്ടെ. എല്ലാവർക്കും നിങ്ങളോട് സ്നേഹം തോന്നട്ടെ. എല്ലാ വെറുപ്പിന്റെ ആത്മാവിനെ, എല്ലാ വെറുപ്പിന്റെ ആത്മാവിനെ, എല്ലാ തമ്മിൽ തമ്മിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ആത്മാവിനെ യേശുവിന്റെ നാമത്തിൽ ഓടച്ചു കളയുക. അടയാറമഥനാജൽ ഖരാബറ. ഞാൻ അവസാനം നിങ്ങളോട് ചോദിക്കും, Who is Samuel? ഒന്ന്, പ്രാർത്ഥനയുടെ മറുപടി. രണ്ട്, ദൈവത്തിന്റെ ആലയത്തിൽ വളർന്നവൻ. മൂന്ന്, മനുഷ്യരുടെയും ദൈവത്തിന്റെയും ഫേവറിനകത്ത് നിന്നവൻ. അപ്പൊ ഹന്നമാരോടെല്ലാം ഇന്ന് എളിയവനായി എനിക്ക് പറയാനുള്ളത്, ഇച്ചിരി നേരം വെയിറ്റ് ചെയ്യുന്നത് നല്ലതാ. നാലാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ 10-17 കാര്യം ഇവിടെ പറഞ്ഞു. നാലാമത്തെ കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, അന്നത്തെ കാലത്ത് സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യനെ സംബന്ധിച്ച് ആത്മീകമായി വളരുക എന്നതൊരു ചലഞ്ചായിരുന്നു. അന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് ദൈവശബ്ദം കേൾക്കുക, ആത്മീകമായി വളരുക, സ്പിരിച്വലി ഗ്രോ ചെയ്യുക എന്ന് പറയുന്നത് ഇമ്പോസിബിൾ ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നാലാമത്തെ വിഷയത്തിൽ പറഞ്ഞത്, സാഹചര്യങ്ങൾ എതിരായി നിന്നിട്ടും ദൈവകൃപയിൽ ശോഭിച്ചവനാണ് സാമുവേൽ. ഇന്ന് പകൽ നിനക്ക് ആത്മീകമായി വളരാൻ നിന്റെ വീട്ടിനകത്തും നിങ്ങളുടെ ജീവിതത്തിലും ചില സാഹചര്യങ്ങൾ, വ്യക്തികൾ അനുവദിക്കുന്നില്ലെങ്കിലും നിങ്ങളെ അതിന്റെ മുകളിലൂടെ കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ കരം ചലിക്കുകയാണ്. കാരണം അന്നത്തെ കാലത്ത് ബൈബിളിൽ തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്, വചനം ദുർലഭമായിരുന്നു. സാമുവേലിന്റെ കാലഘട്ടത്തിൽ വചനം ഭയങ്കര ഷോർട്ടേജ് ആയിരുന്നു, അതിന് ദുർലഭമായിരുന്നു. രണ്ട്, ദൈവത്തിന്റെ ആലയത്തിൽ രാവും പകലും കത്തി നിൽക്കേണ്ട വിളക്ക് അണച്ചേച്ച് ഉറങ്ങുന്നവർ അതിനകത്തുണ്ടായിരുന്നു. മനസ്സിലായില്ലല്ലേ? ദൈവത്തിന്റെ ആലയത്തിൽ രാവും പകലും കത്തി നിൽക്കേണ്ടതാണ് വിളക്ക്, അതും അണച്ചേച്ച് ഉറങ്ങുന്ന ഏലിമാർ അതിനകത്തുണ്ടായിരുന്നു. ഞാന് ഈ 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ 17 വരെ ഒന്ന് വായിച്ചാൽ നിങ്ങൾക്ക് കുറച്ച് കാര്യം മനസ്സിലാകും. എന്നാൽ ഏലിയുടെ പുത്രന്മാർ നീചന്മാരും യഹോവയെ ഓർക്കാത്തവരുമായിരുന്നു. അങ്ങനെ ഒരു ജനറേഷൻ, നീചന്മാരും ദൈവത്തെ ഓർക്കാത്തവരുമുള്ള ഒരു തലമുറയായിരുന്നു അന്നുണ്ടായിരുന്നത്. ഹല്ലേലൂയ. അടുത്ത വാക്യം, ഈ പുരോഹിതന്മാർ ജനത്തോട് ആചരിച്ച വിധം എങ്ങനെയെന്നാൽ, വല്ലവരും ഒരു യാഗം കഴിക്കുമ്പോൾ മാംസം വേവിക്കുന്ന സമയത്ത് പുരോഹിതന്റെ ബാല്യക്കാരൻ കയ്യിൽ മുപ്പല്ലിയുമായി വന്ന്, ഈ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോ, സഹോദരി കേൾക്കുന്നുണ്ടോ? ഈ യാഗം നടന്നുകൊണ്ടിരിക്കുമ്പോ ഈ യാഗപീഠത്തിനകത്ത് ഈ കാളെ ആടിനെയൊക്കെയാണ് ഗ്രില്ല് ചെയ്യുന്നത്, അല്ല യാഗമാക്കുന്നത്. പിടികിട്ടുന്നോ?
കുഴിമന്തികൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ട്. എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ യാഗപീഠത്തിനകത്ത് യാഗം നടക്കുമ്പോ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫോർക്കുമായിട്ട് വന്ന് സ്പൂണുമായിട്ട് വന്ന് അതിനകത്ത് നിറച്ചി എടുത്തുകൊണ്ട് പോകുന്ന ആളുകൾ. ആരാ കൊണ്ടുപോന്നേ? പുരോഹിതന്റെ ബാല്യക്കാരൻ. അത്ര ആത്മീയമായി അധംപതിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്ന കാലമാണത്. ദൈവഭയം എന്ന് പറയുന്ന ഒരു സാധനം ഇല്ലായിരുന്നു. ഏകദേശം ഇപ്പോഴത്തെ കാലമൊക്കെ പോലെ. 14-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ എഴുതിയിട്ടുണ്ട്, കലത്തിലോ ഉരുളിയിലോ കുട്ടകത്തിലോ ചട്ടിയിലോ കുത്തും മുപ്പല്ലിയിൽ പിടിച്ചെടുക്കുന്നതൊക്കെ പുരോഹിതൻ എടുത്തുകൊള്ളും. ശീലോവിൽ വരുന്ന എല്ലാ ഇസ്രായേലരോടും അവർ അങ്ങനെ ചെയ്യും. നെക്സ്റ്റ് വേർഡ്, ക്വിക്ലി റീഡ് ഇറ്റ്. മേധസ് ദഹിപ്പിക്കും മുമ്പേ പുരോഹിതന്റെ ബാല്യക്കാരൻ വന്ന് യാഗം കഴിക്കുന്നവനോട് പുരോഹിതന് വറുപ്പാൻ മാംസം തരിക, പച്ച മാംസമല്ലാതെ വേവിച്ചത് അവൻ വാങ്ങുകയില്ല എന്ന് പറയും. മേധസ് ദഹിപ്പിച്ചു കഴിയട്ടെ, അതിനുശേഷം നീ ആഗ്രഹിക്കുന്നിടത്തോളം എടുത്തുകൊള്ളുക എന്ന് അവനോട് പറഞ്ഞാൽ അവൻ അവനോട്, അല്ല, ഇപ്പോൾ തന്നെ തരേണം, അല്ലെങ്കിൽ ഞാൻ ബലാത്കാരനെ എടുക്കുമെന്ന് പറയും. ആളുകളെ പിടികിട്ടുന്നോ? അപ്പൊ ഇങ്ങനെ ഒരു സമൂഹം നിലനിന്നിരുന്ന കാലം, അങ്ങനെ ഒരു സമൂഹം ഉണ്ടാകാനുള്ളതിന്റെ കാരണം പറയാം. ദൈവവചനം ദുർലഭമായിരുന്നു. പ്രവാചകന്മാർ ഇല്ലായിരുന്നു. കേൾക്കുന്നുണ്ടോ? അപ്പൊ ഈ ദൈവവചനം പറഞ്ഞില്ലെങ്കിൽ, ദൈവവചനം കേൾക്കാൻ വന്നില്ലെങ്കിൽ, ദൈവവചനത്തിന് വേണ്ടി ജീവിതം ഏൽപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ, നമ്മൾ ഈ പുസ്തകം പ്രസംഗിക്കാതിരുന്നാൽ ഇരിക്കുന്നിടത്തോളം ഇങ്ങനെയുള്ള തലമുറകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാ പിള്ളേരെ സൺഡേ സ്കൂളിൽ വിടണമെന്നും സഭായോഗത്തിന് വരണമെന്നും ആരാധനകൾ മിസ് ചെയ്യരുതെന്നും വചനം കേൾക്കണമെന്നും ഒക്കെ ഞങ്ങൾ പഠിപ്പിക്കുന്നത്. ചേർന്ന് രാമീൻ പറയാവോ? ഏലി പുരോഹിതന്റെ കാലം പോലെ ദൈവഭയം ഇല്ലാത്തവരായി തീരരുത് നമ്മുടെ തലമുറകൾ. ഈ സാഹചര്യത്തിലും ഒന്ന് ശമൂവേലിന്റെ പ്രവചന പുസ്തകത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു, സാമുവേലോ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി വളർന്നു വന്നു. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞട്ടെ, വലിയ പാടാ. ശരിക്കും പറഞ്ഞ ഇപ്പൊ ഇവിടെ പാട്ടും പ്രാർത്ഥനയും ഇമ്മാനുവൽ കെവിയും ഈ ദൈവദാസന്മാരും ഒക്കെ ഉള്ളോണ്ടല്ലേ ഇങ്ങനെ ഇരിക്കുന്നേ. വെളിയിറങ്ങുമ്പോ അറിയാലോ, കൈ പൊക്കണ്ട, പ്രാർത്ഥിച്ചാ മതി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത്രയെല്ലാം ദൈവവചനം കേട്ടിട്ടും, ഇത്രയെല്ലാം ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടിട്ടും, പ്രവചനവും വിടുതലും രോഗശാന്തിയും കർത്താവിന്റെ സ്പർശനവും ദൈവിക എൻകൗണ്ടറുകളും ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, കൈപ്പൊക്കണ്ട, നിങ്ങൾ ഇങ്ങനെയാണെങ്കിൽ, അന്നത്തെ കാലത്ത് ദൈവവചനം ദുർലഭമായിരിക്കുന്ന കാലത്ത്, പ്രവാചകന്മാർ ഇല്ലാത്ത കാലത്ത് യുവന്മാരെല്ലാം എങ്ങനെ നടന്നെന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിന്റെ നടുക്ക് സാമുവേൽ, അതിന്റെ നടുക്ക് ഇന്നതൊരു ചലഞ്ചായി എടുക്കുന്ന എത്ര പേര് ഈ ആരാധനയിലുണ്ട്. എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഒരു സപ്പോർട്ടും കിട്ടിയില്ലെങ്കിലും, സാഹചര്യങ്ങൾ മുഴുവൻ എനിക്ക് എതിരാണെങ്കിലും, എന്നെ ആത്മീയമായി പ്രോത്സാഹിപ്പിക്കാൻ ഒരു വ്യക്തികളില്ലെങ്കിലും, സകല സാഹചര്യങ്ങളും എനിക്ക് വിരോധമായി നിന്നാലും അതിന്റെ നടുവിലും എന്നെ വളർത്തുന്ന ഒരു ദൈവം എനിക്കുണ്ട്. ആമേൻ. അഞ്ചാമത്, ഈ സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യൻ ദൈവജനത്തെ ദൈവത്തിലേക്ക് മടക്കി വരുത്തണം എന്ന ഭയങ്കര ഉത്സാഹമുള്ള ആളായിരുന്നു. മടങ്ങി വരണം, ദൈവജനം ദൈവത്തിലേക്ക് മടങ്ങി വരണം. യഹോവേ, ഞങ്ങൾ മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ നിന്നിലേക്ക് മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം ഞങ്ങൾക്ക് തരണമേ എന്ന് വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഇരമ്യാവ് പറയുന്നുണ്ട്. പണ്ടത്തെ പോലൊരു ആത്മീയമായ സന്തോഷത്തിന്റെ നല്ല കാലം ഉണ്ടാകണമെങ്കിൽ,
കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിന്റെ ശുശ്രൂഷകളിൽ സജീവമായി നിലകൊള്ളുവാനും ഒക്കെ ഒരു നല്ല സന്തോഷത്തോടെ നിങ്ങൾക്കത് ചെയ്യാൻ കഴിയണമെങ്കിൽ നിശ്ചയമായിട്ടും ഒരു മടങ്ങി വരവ് ആവശ്യമാണ്. Hallelujah. Praise the Lord. ഉണർവ് എന്ന് പറയുന്നത് തന്നെ മടങ്ങി വരവാണ്. ഒരു നല്ല കാലം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നവരെന്ന് കൈ ഉയർത്തിയേ. യഹോവേ, ഞങ്ങൾ നിന്നിലേക്ക് മടങ്ങി വരേണ്ടതിന് നീ ഞങ്ങളെ മടക്കി വരുത്തണമേ. പണ്ടത്തെ പോലൊരു നല്ല കാലം നീ ഞങ്ങൾക്ക് തരണമേ. മടങ്ങി വന്നാൽ നല്ല കാലം ഉണ്ടാകും. ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ അതൊരു വിടുതലായിരിക്കും. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ആർക്കാണ് മടങ്ങി വരാൻ കഴിയുന്നത്? ഇപ്പൊ ഞാനിത് പറയുമ്പോ തന്നെ ചിലർക്കത് ഇഷ്ടപ്പെടുകയല്ല. ഞങ്ങൾ മടങ്ങി വരാൻ പോവാ. അതിന് ഞങ്ങൾ എങ്ങോട്ടാ പോയെ മടങ്ങി വരാൻ? ഞാൻ പുറകോട്ട് പോയി, ഞാൻ വഴിതെറ്റിപ്പോയി, ഞാനിപ്പോ കൃത്യമായ റൂട്ടിലല്ല നിൽക്കുന്നത് എന്ന് സ്വന്തമായി സമ്മതിക്കുന്നവന് മാത്രമേ മടങ്ങി വരാൻ കഴിയുള്ളൂ. തന്നെ താൻ ന്യായീകരിക്കുന്ന ഒറ്റ വ്യക്തികൾക്കും മടങ്ങി വരാൻ പറ്റില്ല. അന്ന് സാമുവേൽ തന്റെ പ്രവചന പുസ്തകത്തിന്റെ 7-ാം അധ്യായത്തിന്റെ 3 മുതൽ 17 വരെ വായിക്കാൻ നേരെയില്ല പക്ഷേ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിക്കോ. 3 മുതൽ 17 വരെയുള്ള വാക്യത്തിൽ ഭയങ്കരമായിട്ട് സാമുവേലിന്റെ ആറ്റിറ്റ്യൂഡ്, തന്റെ പ്രവണത, തന്റെ ശുശ്രൂഷ, തന്റെ മനോഭാവം എന്തെന്ന് വ്യക്തമാക്കുന്നുണ്ട്. വായിച്ചേ. അപ്പോൾ ശമൂവേൽ എല്ലാ ഇസ്രായേൽ ഗൃഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെങ്കിലേക്ക് തിരിയുന്നു. അതാ പറഞ്ഞു, ജനത്തെ ദൈവവചനം ദുർലഭമായിരുന്ന കാലം, യാഗപീഠത്തിൽ ദൈവത്തിന് യാഗം കഴിച്ച ഇറച്ചി എടുത്തുകൊണ്ട് പോകുന്ന കാലം, ദൈവത്തോട് യാതൊരു പ്രതിബദ്ധതകളും ഇല്ലാത്ത കാലം, ആലയത്തിനകത്ത് കത്തിക്കൊണ്ട് നിൽക്കുന്ന വിളക്ക് 24 മണിക്കൂറും കത്തേണ്ട വിളക്ക് ലൈറ്റ് ഓഫ് ചെയ്യും, നമുക്ക് ഉറങ്ങാം എന്ന് പറയുന്ന കാലം. ആ കാലത്തിൽ സകല ഇസ്രായേൽ ഗ്രഹത്തോടും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിലേക്ക്, യഹോവയിലേക്ക് തിരിയണം എന്ന് പറയാൻ ദൈവം എഴുന്നേൽപ്പിച്ചതാണ് സാമുവേൽ. അടുത്ത വാക്യം വായിച്ചു കിട്ടോ. തിരിയുന്നു എങ്കിൽ അന്യദൈവങ്ങളെയും അസ്തരോത്ത് പ്രതിഷ്ഠകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളെ യഹോവയെങ്കിലേക്ക് തിരിക്കുകയും അവനെ മാത്രം സേവിക്കുകയും ചെയ്യുവീൻ. എന്നാൽ അവൻ നിങ്ങളെ ഫെലിസ്ത്യരുടെ കയ്യിൽ നിന്ന് വിടുവിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മക്കൾ ബാൽ വിഗ്രഹങ്ങളെയും അസ്തോരത്ത് പ്രതിഷ്ഠകളെയും നീക്കിക്കളഞ്ഞ് യഹോവയെ മാത്രം സേവിച്ചു. അപ്പോ ഇൻഫ്ലുവൻസ് ചെയ്തോ? ഒരാൾ എഴുന്നേറ്റുന്നൊരു കാര്യം പറയുമ്പോ അതൊരു രാജ്യത്തിന് ഏറ്റെടുക്കാൻ പറ്റണമെങ്കിൽ ആ മനുഷ്യനിൽ ഒരു ലീഡർഷിപ്പിന്റെ അനോയിന്റിംഗ് ഇല്ലേ? ഇന്ന് പകൽ എനിക്കത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുകയാണ്. ദൈവം അങ്ങനെ ഒരു കൂട്ടത്തെ ഇതിനകത്തുനിന്ന് നിന്റെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്ന, നിന്റെ ശബ്ദത്തിന് കാതോർക്കുന്ന ഒരു സാഹചര്യത്തെ, ഒരു അഭിഷേകത്തെ, ഒരു നിയോഗത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നിങ്ങളുടെ മേൽ പകരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. അദ്ദേഹത്തിന്റെ ആ വിളി അറിഞ്ഞ് കേറിപ്പോയി ഭാഷ. 5-ാമത്തെ വാക്യത്തിലേക്കൊക്കെ വരുമ്പോ, അനന്തര ശമൂവേൽ എല്ലാ ഇസ്രായേലിനെയും മിസ്പയിൽ കൂട്ടുകയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിക്കും എന്ന് പറഞ്ഞു. എല്ലാരും ഒന്ന് കേട്ടെ. ഹന്ന പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. വെരി സിമ്പിൾ. ഹന്ന പ്രാർത്ഥിക്കുന്ന അമ്മയായിരുന്നു. ഹന്നയുടെ മോനും പ്രാർത്ഥിക്കുന്നവനായി. ഇനി പേരൻസിനോടാണ്, മാതാപിതാക്കളോടാണ്. നിങ്ങൾ പ്രാർത്ഥനയ്ക്കും ദൈവത്തിന്റെ വചനത്തിനും
ദൈവത്തിന്റെ ആലയത്തിലെ ശുശ്രൂഷകൾക്കും എത്ര ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കുന്നോ, നിങ്ങളുടെ തലമുറയും ആ നിലയിൽ കയറി വരും. Amen. കർത്താവിന്റെ ശുശ്രൂഷകളെയും പരിഹസിച്ച്, കർത്താവിന്റെ ദാസന്മാരെയും പുച്ഛിച്ച്, കർത്താവിന്റെ അഭിഷിക്തന്മാർക്ക് വിരോധമായും സംസാരിച്ച് നിങ്ങൾ പോയാൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അത് വെറുത്തു പോകും. അവർക്ക് പിന്നെ ഈ ബൈബിൾ വായിക്കാനുള്ള ഫീൽ ഉണ്ടാകത്തില്ല, അവർക്കത് തോന്നുകയില്ല. അതുകൊണ്ട് ദാവീദേ, നീ അഭിഷേകത്തിന് കൊടുത്ത വാല്യൂ ആണ്, നീ അഭിഷേകത്തിന് കൊടുത്ത ഓണർ, ബഹുമാനമാണ് നിന്റെ ഗോത്രത്തിനകത്ത് യേശുക്രിസ്തു ഉൾപ്പെടെ നൂറുകണക്കിന് അഭിഷിക്തന്മാർ Amen. ജനിക്കുവാൻ കാരണമാണ്. Hallelujah. ഹല്ലേലൂയ. ഞാൻ സോണി ബ്രദറിനോട് കഴിഞ്ഞ ദിവസം അവിടെ ബഹറിന് ചെന്നപ്പോ സെഫാന് അവളൊന്ന് വണ്ടിയുടെ ഡോറ് തുറന്നു തരിക, എന്റെ ബാഗ് എടുത്ത്, കൊച്ചു പയ്യന അവിടെ ഇരിപ്പുണ്ട്, ബാഗ് എടുത്തുകൊണ്ട് പോവുക, ഡോറ് തുറന്നു തരിക, വീട്ടിൽ ചെല്ലുമ്പം ഭക്ഷണം കൊണ്ടുവെക്കുക. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അപ്പൻ കാണിക്കുന്നത് മോനും അനുഗമിക്കുന്നു. അപ്പൊ ആ വിറകും കത്തിയുണ്ട്, യാഗമൃഗം എവിടെയെന്ന് ഇസഹാക്ക് ചോദിച്ചതിന്റെ കാരണം അപ്പൻ യാഗം കഴിക്കുന്നത് മോൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഇതുവരെ യാഗം കഴിച്ചപ്പോഴെല്ലാം മൃഗം ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. Amen. Yes. അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്ത് പറഞ്ഞ്, നിന്റെ എല്ലാ പരിപാടിയും നിന്റെ പിള്ളേര് ശ്രദ്ധിക്കുന്നുണ്ട്, പറഞ്ഞാട്ടെ. നല്ലോണം പറയാം. ചേർന്നൊരു ആമീൻ പറഞ്ഞേ. സകല പരിപാടി ഞാൻ അതിലോട്ട് പോയാൽ എൻ്റെ റൂട്ട് തെറ്റും. ഞാൻ ഇതിൽ തന്നെ നിൽക്കാമെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് നിൽക്കുകയാണ്. ആരെയും ഇന്ന് തിരുത്താൻ വരുന്നില്ല, ദൈവം നിങ്ങളെ തിരുത്തട്ടെ. ഈ അന്തരീക്ഷം അങ്ങനെ തന്നെ നിൽക്കട്ടെ. ആറാമതായി ഞാൻ ഈ പറഞ്ഞല്ലോ, പുള്ളി ഈ പ്രാർത്ഥനയ്ക്ക് ഭയങ്കര പ്രാധാന്യത കൊടുത്ത മനുഷ്യനാണ്. ഈ അന്നത്തെ കാലത്ത് പ്രവചനം ദുർലഭമായിരുന്നപ്പോൾ, വചനം ദുർലഭമായിരുന്നപ്പോൾ, പുരോഹിതന്മാർ ആ നിലയിൽ പോയപ്പോൾ ശരിക്കും ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിക്കാൻ ആലോചന കൊടുത്ത, നിയോഗം കൊടുത്ത ദൈവ മനുഷ്യൻ. 1 ശമൂവേൽ 12:23. വെരി ഇമ്പോർട്ടന്റ് വേർഡ്. 1 ശമൂവേൽ 12:23. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുന്നതിനാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുതേ. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നാൽ യഹോവയോട് പാപം ചെയ്യുവാൻ ഇടവരരുത്. പ്രാർത്ഥിക്കാതിരിക്കുന്നത് പാപം അല്ലേ? കൊലപാതകം, വ്യഭിചാരം, മോഷണം, നമ്മൾ കുറെ ലിസ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. അത് മാത്രമാണ് പാപത്തിന്റെ ലിസ്റ്റ് എന്നുള്ളതാണ് നമ്മുടെ ചിന്ത. പക്ഷെ ബൈബിൾ പറയുന്നു, ഞാൻ ജിജി മോഹൻ പാസ്റ്ററോട് പറയുന്നു, പാസ്റ്റർ ഞാൻ പാസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് പാപമാണ്. അല്ലെങ്കിൽ വ്യക്തിപരമായി ഞാൻ പ്രാർത്ഥിക്കാതെ ഇരിക്കുന്നത് പാപമാണ്. പ്രാർത്ഥനയില്ലായ്മ ഒരു പാപമാണ്. സാമുവേൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അടുത്ത വാക്യം വായിച്ചേ, പെട്ടെന്ന് വേണം, എനിക്ക് സമയമില്ല ഒട്ടും. ഈ 1 ശമൂവേൽ 7-ാം അധ്യായത്തിൽ വന്നേ, 7-ാം അധ്യായത്തിന്റെ 5 മുതൽ 12 വരെ നോക്കിയേ. അവർ മിസ്പയിൽ ഒന്നിച്ചുകൂടി വെള്ളം കോരി യഹോവയുടെ സന്നിധിയിൽ ഒഴിച്ച് ആ ദിവസം ഉപവസിച്ചു. ഞങ്ങൾ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നുവെന്ന് അവിടെ വെച്ച് പറഞ്ഞു. പിന്നെ ശമൂവേൽ മിസ്പയിൽ വെച്ച് ഇസ്രായേൽ മക്കൾക്ക് ന്യായപാലനം ചെയ്തു. ഇസ്രായേൽ മക്കൾ മിസ്പയിൽ ഒന്നിച്ചു കൂടിയെന്ന് ഫിലിസ്ത്യർ കേട്ടപ്പോൾ ഫിലിസ്ത്യ പ്രഭുക്കന്മാർ ഇസ്രായേലിന്റെ നേരെ പുറപ്പെട്ടു വന്നു. ഇസ്രായേൽ മക്കൾ അത് കേട്ടിട്ട് ഫിലിസ്ത്യരെ ഭയപ്പെട്ടു. എല്ലാവരെയും പുറകിൽ കേട്ടില്ല, എല്ലാവരെയും ഒന്നിച്ച് ഒരു സ്ഥലത്ത് കൂട്ടിവരുത്തി ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും സാമുവേൽ ആഹ്വാനം ചെയ്തു. ഹല്ലേലൂയ. പക്ഷെ എന്നെ റിജോയ് സാറെ ഭയങ്കരമായിട്ട് ഞെട്ടിച്ച് അത്ഭുതപ്പെടുത്തിയ ഒരു ഭാഗം ഒന്ന് വായിക്കാൻ പോവാണേ.
നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, അത് ഞാൻ പറയാൻ പോവാ. ഈ സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രാർത്ഥന ഭയങ്കര ശക്തമായിരുന്നു. കാരണം മോശയോ സാമുവേലോ ഒരു വിഷയത്തിനകത്ത് ഇടിവിൽ കയറിയ, ഒന്നുകൂടെ പറയാം, മോശയോ സാമുവേലോ ഒരു വിഷയത്തിന്റെ ഇടിവിൽ കയറിയാൽ ദൈവം എടുത്ത തീരുമാനം വരെ ദൈവം മാറ്റുമായിരുന്നു. Hallelujah. മനസ്സിലായില്ല? Amen. Yes. മോശ ദൈവത്തോട് പറഞ്ഞില്ലേ, യഹോവേ, ഈ ജനത്തിന്റെ മേളിൽ നിന്റെ ന്യായവിധി വരരുത്, അവരെ നീ സംഗ്രഹിക്കരുത്, നശിപ്പിക്കരുത്. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചപ്പോ ദൈവം തന്റെ തീരുമാനത്തെ മാറ്റിയില്ലേ? Yes. Amen. ഈ പ്രവാചകനായ ഇരമ്യാവ് ഇത് എടുത്തു പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഇരമ്യാവിന്റെ പുസ്തകം 15-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, യഹോവ, ഇത് ദൈവത്തിന്റെ അരുളപ്പാടാണ്, യഹോവ എന്നോട് അരുളി ചെയ്തത്, മോശയും സാമുവേലും എന്റെ മുൻപേ നിന്നാലും എന്റെ മനസ്സ് ജനത്തിലേക്ക് ചായുകയില്ല. സാധാരണ ഒരു വിഷയത്തിൽ മോശയോ സാമുവേലോ ഇടയ്ക്ക് കേറിയാൽ ദൈവം അത് ഡീൽ ചെയ്യുമായിരുന്നു. Amen. Oh. Amen. Yes. Yes. You are not with me. Hallelujah. 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 ഓക്കെ, പ്രാർത്ഥിക്കുന്ന സാമുവേൽ, ഉപവസിക്കുന്ന സാമുവേൽ, അതിന് വലിയ അനക്കമൊന്നുമില്ല ഇവിടെ. അനക്കം ഉണ്ടാകുന്ന കാര്യം പറയാൻ പോവാ. 7-ാമതായി, ദാൻ മുതൽ ബർഷേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായിരുന്നു സാമുവേൽ. സാമുവേലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഒരു പ്രൊഫറ്റിക് ഗ്രേസിൽ, പ്രൊഫറ്റിക് മിനിസ്ട്രിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, 1 കൊരിന്ത്യർ 14, ഇപ്പോൾ എടുക്കേണ്ട 1 കൊരിന്ത്യർ 14 എഴുതിയിട്ടുണ്ട്, അവന്റെ ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തും. ദൈവം നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് പറഞ്ഞ് അവൻ നെടുമ്പാട് വീണ് ദൈവത്തെ നമസ്കരിക്കും. സാമുവേലിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത് 1 ശമൂവേൽ 9:6 ശൗലിന്റെ ഭൃത്യൻ, 1 ശമൂവേൽ 9:6 ശൗലിന്റെ ഭൃത്യൻ ശൗലിനോട് പറയുന്ന ഒരു വാക്കുണ്ട്, വായിച്ചേ. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. പറഞ്ഞ ദൈവപുരുഷനുണ്ട്. ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു. മാന്യനാകുന്നു. ഈ മലയാളത്തില് മാന്യനാകുന്നു എന്ന് പറയുമ്പോൾ നമ്മള്, പുള്ളി ഒരു മാന്യനാ കേട്ടോ എന്ന് പറഞ്ഞാൽ എന്തുവാ? വളരെ ഡീസന്റ് ആയിട്ടുള്ള ഒരാളെ കേട്ടോ, അതല്ല അതിന്റെ അർത്ഥം. Behold now there is in the city a man of God and he is an honorable man. He is an honorable man. മാന്യനാകുന്നെന്ന് പറഞ്ഞ മാന്യനാകുന്നു, അതല്ല, പുള്ളി ബഹുമാന്യനായിരുന്നു. അദ്ദേഹം ദൈവപുരുഷനായതുകൊണ്ട് എല്ലാ ആളുകളും പുള്ളിയെ ബഹുമാനിക്കുമായിരുന്നു. ചിലർക്കൊന്നും അത് ഇഷ്ടമല്ല, ഇഷ്ടമല്ലാത്തവർ അങ്ങനെ പോയിക്കോട്ടെ. പക്ഷേ വേദപുസ്തകത്തിൽ ഉടനീളം ഞാനിത് കാണുന്നു. യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ തൊട്ടേച്ച് പറഞ്ഞു, അവരുടെ മേളിൽ ഇങ്ങനെ തൊട്ട് കാണിച്ചേച്ച് പറയുകയാണ്, നിങ്ങളെ കൈക്കൊള്ളുന്നവർ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവർ എന്നെ അയച്ച പിതാവിനെ കൈക്കൊള്ളുന്നു. നിങ്ങളെ സ്വീകരിക്കാൻ പറ്റാത്തവർക്ക് എന്നെ സ്വീകരിക്കാൻ പറ്റുകയെന്ന കർത്താവ് പറഞ്ഞു. മരിച്ച് പാതാളത്തിൽ പോയ ആ ധനികനായ ധനാഢ്യനായ മനുഷ്യൻ വീണ്ടും തന്റെ സഹോദരന്മാരുടെ അടുക്കൽ പോയി ഇത് പറയാൻ ദൈവത്തോട് ആവശ്യപ്പെടുമ്പോൾ, അബ്രഹാമിനോട് ആവശ്യപ്പെടുമ്പോൾ, സ്വർഗത്തിൽ നിന്ന് മറുപടി, അവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, ദൈവദാസന്മാർ അവിടെ ഉണ്ടല്ലോ, അവര് പറയുന്നത് ഏറ്റെടുക്കാത്തവൻ ഇനി മരിച്ചേ ചൊരുത്തൻ ഇവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് അവിടെ ചെന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ പോകുന്നില്ലെന്നാ. ചേർന്ന് രാമീൻ പറഞ്ഞേ. എന്റെ ദാസന്മാരെന്ന് വെച്ച് ഒരു ഗ്ലാസ് തണ്ണീർ കുടിക്കാൻ കൊടുത്താൽ അതിന് പ്രതിഫലം ലഭിക്കാതിരിക്കുകയല്ലെന്നാ ബൈബിൾ എഴുതിയിരിക്കുന്നത്. ജനം യഹോവയിലും തന്റെ ദാസനായ മോശയിലും വിശ്വസിച്ചു. വിശ്വസിക്കാൻ കഴിയണം.
പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രം എന്നാണെന്നറിയാവോ? അവിശ്വസിപ്പിക്കും. ഇപ്പൊ ഒരു ദൈവപുരുഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോ, ഒരു ദൈവദാസൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോ, അദ്ദേഹം പറയുന്ന വാക്കുകൾ നിങ്ങൾക്ക് വിടുതലാകാതിരിക്കാൻ നിങ്ങളുടെ മൈൻഡിനകത്ത് ഒത്തിരി നെഗറ്റീവായ സാധനത്തെ പിശാച് കൊണ്ടുവരും. എത്ര പേർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുന്നു? കാരണം മോശയെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഹൃദയം ജനത്തിനുണ്ടെങ്കിൽ മാത്രമേ മോശ പറയുന്ന ദൈവിക അരുളപ്പാടുകളെ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. Right. Amen. Amen. Praise the Lord. ബ്രദർ ഇമ്മാനുവേൽ കെബിയുടെ, ബ്രദർ ആരന്റെ ഇവിടെ വർഷിപ്പ് ലീഡ് ചെയ്ത കുഞ്ഞുങ്ങളെ ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ മാത്രമേ അവർ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ നിങ്ങൾക്കും ശരിക്കും ആത്മാവിൽ ആരാധിക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആരാധനയിൽ വിടുതൽ നടക്കും, ആ ആരാധനയിൽ സൗഖ്യം ഉണ്ടാവും. അപ്പൊ പിശാചിനത് അറിയാവുന്നത് കൊണ്ട് ആദ്യമേ നിങ്ങളുടെ അകത്ത് വേണ്ടാത്തൊരു സാധനം കൊണ്ട് സെറ്റ് ചെയ്യും. കാരണം നീ രക്ഷപ്പെടരുത് എന്ന് തന്നെയാണ് പിശാചിന്റെ ആഗ്രഹം. Amen. Yes. പക്ഷെ ഞാനിത് ഒത്തിരി വ്യക്തിപരമായി കണ്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ. പാസ്റ്ററെ, ഒന്ന് പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിനകത്ത് എൻ്റെ ദൈവം, പാസ്റ്റർ അല്ല പ്രവർത്തിക്കുന്ന, ദൈവമാണ്, പക്ഷെ അവർ വിശ്വസിക്കുകയാണ്. പക്ഷെ നിങ്ങൾ വന്നൊന്ന് പ്രാർത്ഥിച്ചാൽ ഈ വിഷയത്തിനകത്ത് ഒരു അത്ഭുതം നടന്നിരിക്കും എന്ന് പറഞ്ഞൊരു കേസിൽ നമ്മൾ തൊട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സാക്ഷ്യം കേട്ടിട്ടുണ്ട്. Amen. ദൈവത്തിന്റെ അഭിഷിക്തനെ, നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലൊന്ന് വന്ന് കാല് ചവിട്ടിയാൽ ഞങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടുമെന്ന് വിശ്വസിച്ചിട്ടുള്ളവന്റെ എല്ലാ സ്ഥിതി മാറുന്നത് ഞങ്ങൾ കണ്ടു. Hallelujah. ദൈവമാണ് ചെയ്യുന്നത്. പെട്ടകം ചുമക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളംകാൽ യോർദാനിൽ ചവിട്ടുമ്പോൾ യോർദാൻ രണ്ടായി വിഭാഗിക്കപ്പെട്ടു. അപ്പോ ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്. ഞാൻ ഇന്ന് ഈ ലൈവിൽ നോക്കി ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, എല്ലാ പട്ടണങ്ങൾക്കകത്തും, ഇന്ത്യയുടെ, ഭാരതത്തിന്റെ, എന്നെ കേൾക്കുന്ന രാജ്യങ്ങളുടെ എല്ലാ പട്ടണങ്ങൾക്കകത്തും സാമുവേലുമാരുണ്ടാകട്ടെ. Hallelujah. Receive it in the name of Jesus. എന്ന് പറഞ്ഞാൽ അഭിഷേകത്തെ തിരിച്ചറിയുന്നു. Amen. അവൻ പറയുന്നതെല്ലാം ആ പ്രൊഫറ്റിക്കിന്റെ പ്രത്യേകതയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് വായിച്ചേ, ടി വി നോക്കിയേ, ബൈബിളിൽ നോക്കിയേ, പാസ്റ്റർ ജിജി വായിച്ചേ. അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. അവൻ പറയുന്ന എല്ലാം ഒത്തുവരും, കറക്റ്റ് ആവുന്നു. ബ്രദറെ, കറക്റ്റ് ആയിരുന്നോ? ആയിരുന്നോ? ആ, കറക്റ്റ് ആയിരുന്നോ? ഇതിന്റെയൊക്കെ ഉയർന്ന തലങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവപുരുഷന്മാരുണ്ട്. പക്ഷേ ആ ദൈവപുരുഷന്റെ അടുത്തേക്ക് പോകാം, ചർച്ചിൽ പോകാം, പ്രാർത്ഥിക്കാം, ദൈവത്തെ അന്വേഷിക്കാം. ഇത് നമ്മളെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, ഇത് നമ്മളെ കൊണ്ട് നടത്താൻ പറ്റുന്നതല്ല, ഇത് ദൈവത്തിന് മാത്രമേ ഡീൽ ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്നവനെയാണ് ദൈവം അത്ഭുതമാക്കി മാറ്റും. സാധാരണ നിലയിൽ ഈ ഒരു കാര്യമാണ് പിശാച് ബ്ലോക്ക് ചെയ്യുന്നത്. നമുക്ക് അങ്ങോട്ട് പ്രാർത്ഥനയ്ക്ക് പോകാം, അപ്പൊ പുറയുന്നൊരു ശബ്ദം, നീ ചർച്ചിൽ പോകണ്ട, ഈ പള്ളിയിൽ പോകണ്ട, പ്രാർത്ഥനയ്ക്ക് പോകണ്ട, എന്നാ സിനിമയ്ക്ക് പോവാം, എന്നാ പാ മിണ്ടുന്നില്ലല്ലോ, പ്രൈസ് ദി ലോർഡ്. എന്നാ മറ്റേ അതിന് പോവാം, ആ പാം, നമുക്ക് വൈകിട്ട് പാർക്കിൽ പോവാം, ബീച്ചിൽ പോവാം, പാം, വണ്ടി എടുക്ക, പാം. എന്താ പ്രാർത്ഥനയ്ക്ക് പോകണ്ടാത്തെ? തെറ്റല്ലല്ലോ ഈ ചെയ്യുന്നത്. ബൈബിള് വായിക്കുക, പ്രാർത്ഥിക്കുക, ആരാധനയിൽ പങ്കെടുക്കുക,
ദൈവത്തെ അറിയുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമല്ലല്ലോ. പിന്നെന്താ ഇത്ര എതിർപ്പ്? പിന്നെന്താ വിടാത്തെ? കാരണം അവനിൽ അവളിൽ വസിക്കുന്ന പിശാചിനറിയാം, വന്നാൽ നിന്റെ ചരിത്രം മാറും. Hallelujah. Yes. Praise the Lord. Hallelujah. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരും. നീ നരകത്തിൽ പോകത്തില്ലെന്ന്. Amen. നമുക്ക് അവിടേക്ക് പോകാം. അപ്പോ സാമുവേൽ, ഞാൻ അതിലേക്ക് വരുന്നില്ല, പ്രൊഫറ്റിക്കിലേക്കൊന്നും ഞാൻ വരുന്നില്ല. ഇപ്പോ അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു. ചേർന്ന് രാമീൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഒന്ന് ശമൂവേലിന്റെ പ്രവചന പുസ്തകം 3-ാം അധ്യായം 19 മുതൽ 20 വരെയുള്ള വാക്യത്തിൽ, ആ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ശമൂവേൽ വളർന്നു, യഹോവ അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവന്റെ വായിന്ന് വരുന്ന ഒറ്റ വാക്കും നിഷ്ഫലമായില്ല. ഡിക്ലറേഷൻ ഗ്രേസ്. ഒരു കാര്യം അവൻ ഡിക്ലെയർ ചെയ്താൽ ആ വാക്ക് തറേ പോകുകയില്ല. അവന്റെ വായിന്ന് വീണ ഒറ്റ വാക്കും ദൈവം നിസ്സാരമായി കണ്ടില്ല. അവന്റെ വായിന്ന് വീണ വാക്കുകളെ ദൈവം സീരിയസ് ആയി കണ്ടു. ഇന്ന് പകൽ ആത്മതലങ്ങളിൽ പരിശുദ്ധാത്മാവ് പറയുന്ന വാക്കുകൾ ഏലിയ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ ആണ്ടുകളിൽ മഞ്ഞും മഴയും പെയ്യുകയില്ല. The Lord was with him and did let none of his words fall on the ground. അവന്റെ വായിലെ ഒറ്റ വാക്കുകളും നിഷ്ഫലായില്ല. Thank you, Holy Spirit. പ്രാർത്ഥനയുടെ മറുപടിയാ. ഹന്ന പ്രാർത്ഥിച്ച് മേടിച്ച കണ്ടോ? പ്രാർത്ഥനയുടെ മറുപടി ചെറുതാകുകയില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞപ്പോ മനസ്സിലായില്ലല്ലോ. സാമുവേൽ ഒരു വിശ്വസ്ത പ്രവാചകൻ മാത്രമല്ലായിരുന്നു. സാമുവേൽ ഒരു വിശ്വസ്ത പുരോഹിതനുമായിരുന്നു. ഈ പ്രവാചകനായിരുന്നവർ പ്രവാചകരായി മരിച്ചു. പക്ഷെ പ്രൊഫറ്റിക് റിലത്തിൽ നിന്നും പ്രീസ്റ്റ്ഹുഡിലേക്ക് കയറിയ Amen. Praise the Lord. Yes. ദാൻ മുതൽ ബർശേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകനായിരുന്ന സാമുവേൽ പൗരോഹിത്യത്തിന്റെ കൂറുകൾക്കകത്ത് കയറി. വായിക്കാൻ നേരെയില്ല, പക്ഷെ പറഞ്ഞു, ലേവി കുടുംബത്തിലെ അഹരോന്യ പൗരോഹിത്യം ദൈവ ഏലിയുടെ കുടുംബത്തിൽ നിന്ന് എടുത്ത് സാമുവേലിന് കൈമാറി. ഉറങ്ങുന്ന ഏലിയുടെ കയ്യിൽ നിന്ന് ഈ സാധനം എടുത്ത് ഇന്ന് പകൽ ആത്മതലത്തിൽ ചില കൈമാറ്റം. ഒത്തിരി പറയാനുണ്ട് ദൈവദാസനെ. ഒരു വാക്യം കാണും വായിച്ചു പോവാം. ഒന്ന് ശമൂവേൽ 2:35 എന്നാൽ എന്റെ പ്രസാദവും ഹിതവും അനുഷ്ഠിക്കുന്ന ഒരു വിശ്വസ്ത പുരോഹിതനെ ഞാൻ എഴുന്നേൽപ്പിക്കും. അവന് ഞാൻ സ്ഥിരമായൊരു ഭവനം പണിയും. അവൻ എന്റെ അഭിഷിക്തന്റെ മുൻപാകെ നിത്യം പരിചരിക്കും. അന്നത്തെ കാലത്ത് സാമുവേൽ ഒരു പ്രൊഫറ്റായിരുന്നു. സാമുവേൽ ഏലി പുരോഹിതന്റെ ആ കുടുംബത്തിൽ നിന്ന് അടുത്ത ഒരു കൈമാറ്റത്തിലൂടെ സാമുവേലിനെ എഴുന്നേൽപ്പിച്ചു. അതിലെല്ലാം അപ്പുറമായിട്ട് സാമുവേൽ ഒരു ജഡ്ജായിരുന്നു, ഒരു ന്യായാധിപനായിരുന്നു. ഡോക്ടർ കരുണേ, ഇത്രയും ഓഫീസുകൾ കൈകാര്യം ചെയ്ത ഒരാളിനെ എനിക്ക് കാണിച്ചു തരാമോ?
ഒന്ന് ശമൂവേലിന്റെ പ്രവചന പുസ്തകം 7-ാം അധ്യായം 15-ാം വാക്യം നോക്കിയേ. ശമൂവേൽ ന്യായാധിപനായിരുന്നു. ന്യായാധിപന്മാരുടെ തുടക്കം അവിടെയാണ്. ശമൂവേൽ ജീവപര്യന്തം ഇസ്രായേലിന് ന്യായപാലനം ചെയ്തു. പ്രവാചകൻ, പുരോഹിതൻ, ന്യായാധിപൻ. ഇനി ഇതിലെല്ലാം അപ്പുറമായി രാജാക്കന്മാരെ അഭിഷേകം ചെയ്തവൻ. Praise the Lord. Yes. ഇന്നത്തെ മെസ്സേജ് മുഴുവൻ കേൾക്കാതെ പോകരുത്. ഞാനൊരു ഇൻട്രൊഡക്ഷൻ നിൽക്കുകയാണ്. എനിക്കറിയാം ഇന്ന് ഇവിടെ വന്നവർ ടിനുപാസാണ് ശുശ്രൂഷിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞുകൊണ്ട് 2 ഇഡലി കൂടുതൽ കഴിച്ചിട്ട് വന്നവരാണ്. അവർക്കറിയാം തീരുകയല്ലെന്ന്. കാരണം ഞാനും അങ്ങനെയാ. ഇന്ന് ഇതിനകത്തൊരു ഡെലിവറൻസ് കാണാതെ ഞാനും ഇവിടുന്ന് പോകുകയല്ല. നിങ്ങൾക്കറിയാവോ, ദൈവം ശൗലിനെ സാമുവേലിന്റെ അടുക്കലേക്ക് അയക്കുമ്പോൾ അപ്പന്റെ കഴുതയെ അന്വേഷിക്കാൻ വന്നവനാണ് ശൗല്. പക്ഷെ ശൗലിനെ സാമുവേൽ അഭിഷേകം ചെയ്തു. സാമുവേൽ ശൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ശൗല് രാജാവല്ലായിരുന്നു. പക്ഷെ സാമുവേൽ അഭിഷേകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ശൗലിന് രാജാവാകാതിരിക്കാൻ പറ്റുകയില്ല. ഒന്നുകൂടെ പറയാം. ദാവീദ് ചെറുക്കനായിരുന്നു, ആട്ടിടയനായിരുന്നു. പക്ഷെ ദൈവപുരുഷൻ, ദൈവത്തിന്റെ അഭിഷിക്തൻ സാമുവേൽ, ഡിക്ലറേഷൻ ഗ്രേസിൽ നിൽക്കുന്ന മനുഷ്യൻ, പുള്ളിയെ വിളിച്ചിട്ട് യു ആർ ദ കിങ് ഓഫ് ഇസ്രായേൽ എന്ന് കൊച്ചു പയ്യനോടാ പറയുന്നേ. പക്ഷേ അവൻ ഇനി കസേര വരാതിരിക്കാൻ പറ്റുകയില്ല. ഇന്ന് പകലിൽ ദൈവം ചിലരുടെ ജീവിതങ്ങളെ സെറ്റിൽ ചെയ്യട്ടെ. ദൈവം ചില ജീവിതങ്ങളെ സെറ്റിൽ ചെയ്യട്ടെ. ഇതിനകത്തിരിക്കുന്ന ചില കുടുംബങ്ങളെ ദൈവം പൊസിഷൻ ചെയ്യട്ടെ. എബനേസറി വന്നില്ല, വേറെ എബനേസറി വരണം. അത് പുള്ളി അഭിഷേകം ചെയ്തവരാരും സാധാരണ ലോക്കൽ തലത്തിലല്ല കയറി പോയേക്കുന്നത്. സാമുവേലിൽ നിന്ന് ഇമ്പാർട്ടേഷൻ ആർക്കൊക്കെ ഉണ്ടായിട്ടുണ്ടോ അവരുടെയൊക്കെ ഡീല് പഞ്ചായത്തിലായിരുന്നില്ല, രാജ്യങ്ങളിലായിരുന്നു. പക്ഷെ 11ാമതായി അന്നത്തെ കാലത്ത്, നിങ്ങൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കണം. കർത്താവിന്റെ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ കൈ ഉയർത്തേ. ലൈവിൽ, ഓൺലൈനിൽ. അന്നത്തെ കാലത്ത് ദൈവത്തിന്റെ വചനം കലർപ്പില്ലാതെ പ്രസംഗിച്ച്, മായപ്പെടുത്താതെ, കലർപ്പില്ലാതെ, ആരെ സുഖിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും പറയാതെ ഉള്ള കാര്യം മുഖത്ത് നോക്കി പറഞ്ഞവനാ സാമുവേൽ. ഒന്ന് ശമൂവേലിന്റെ പുസ്തകം എടുത്തേ. 12ാം അധ്യായത്തിന്റെ 20 മുതൽ 25 വരെ നോക്കിയേ. ഇവർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കട്ടെ ആ പ്രസംഗം വായിച്ചേ. ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ഭയപ്പെടുവീൻ, നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും ഞാൻ എന്ന് ഇവിടെ ഇരിക്കുന്ന ഒരാളെ എഴുന്നേപ്പിച്ചിട്ട്, നിന്നിൽ ഞാൻ ഭയങ്കര കുറവുകൾ കാണുന്നു, നീ കുഴപ്പം കാണിച്ചിട്ടാ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ പിന്നെ അടുത്ത ഞായറാഴ്ച പുള്ളിയെ
നോക്കണ്ട. പക്ഷെ പറഞ്ഞത് വളരെ കൃത്യമായ കാര്യമാണ്. ഇപ്പൊ പറഞ്ഞതും കറക്റ്റാ. നീ വായിച്ചോ. ആ, ശമൂവേൽ ജനത്തോട് പറഞ്ഞത്, ആ, ഭയപ്പെടായുവീൻ, ആ. നിങ്ങൾ ഈ ദോഷമൊക്കെയും ചെയ്തിരിക്കുന്നു. എങ്കിലും യഹോവയെ വിട്ടുമാറാതെ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിപ്പീൻ. വിട്ടുമാറി ഉപകാരമില്ലാത്തവയും രക്ഷിപ്പാൻ കഴിയാത്തവയുമായ മിഥ്യാമൂർത്തികളോട് നിങ്ങൾ ചേരരുത്. അവ മിഥ്യാവസ്തു തന്നെയല്ലയോ? യഹോവ തന്റെ മഹത്തായ നാമനിമിത്തം തന്റെ ജനത്തെ കൈവിടുകയില്ല. നിങ്ങളെ തന്റെ ജനമാക്കിക്കൊള്ളുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നിയിരിക്കുന്നു. ഞാനോ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരുന്നതിനാൽ യഹോവയുടെ പാപം ചെയ്യുവാൻ ഇടവരരുത്. ഞാൻ നിങ്ങൾക്ക് നല്ലതും ചൊവ്വുള്ളതുമായ വഴി ഉപദേശിക്കും. അങ്ങനെയുള്ളവരെ ഇഷ്ടമാണോ? മര്യാദയ്ക്ക് ജീവിക്കണം, നേരെ പോണം, കുഴപ്പം കാണിക്കരുത് എന്ന് പറയുന്ന പാസ്റ്റർ ഇഷ്ടമാണോ? ഇഷ്ടമാണോ? തല കൊണ്ട് കുരിശ് വരയ്ക്കാനല്ല ഞാൻ പറഞ്ഞേ, ഇഷ്ടമാണോ? സാമുവേൽ അങ്ങനെ ആയിരുന്നു. 12-ാമതായി, അന്നത്തെ കാലഘട്ടത്തിൽ പ്രവാചകന്മാരും പുരോഹിതന്മാരും എല്ലാം പണത്തിൻ്റെയും പെണ്ണിൻ്റെയും മദ്യത്തിൻ്റെയൊക്കെ പുറകിലായപ്പോൾ അന്യായമായി ഒന്നും സമ്പാദിക്കാതെ, അന്യായപ്പെടുത്താതെ തമ്പുരാന് വേണ്ടി നിന്ന മനുഷ്യൻ, ആ മനുഷ്യന്റെ വായിന്ന് വീണ ഒരു വാക്ക് പോലും ദൈവം നിസാരമായി കണ്ടില്ല. ഒന്ന് നോക്കാം, അങ്ങനെ ആരും നോക്കാം. ശ്രദ്ധിച്ച്, നോ പ്രോബ്ലം. സാമുവേലിന്റെ ഒക്കെ, മോനെ ഒന്ന് നോക്കി വെച്ച്, സാമുവേലിന്റെ ഒക്കെ എന്റെ മുമ്പിലുള്ള എല്ലാ തടസ്സങ്ങളെയും ദൈവം നീക്കുമെന്നുണ്ടായിരുന്നു. എന്നെ നോക്കാം, ശ്രദ്ധിക്കാം. പന്ത്രണ്ടാം അധ്യായം 20 മുതൽ 25. 1 ശമൂവേൽ 12 1 മുതൽ 5 വരെ വായിച്ചേ. 1 മുതൽ 5 വരെ. അനന്തരം ശമൂവേൽ എല്ലാ ഇസ്രായേലിനോട് പറഞ്ഞത് എന്തെന്നാൽ, നിങ്ങൾ എന്നോട് പറഞ്ഞതിലൊക്കെയും ഞാൻ നിങ്ങളുടെ അപേക്ഷ കേട്ട് നിങ്ങൾക്ക് ഒരു രാജാവിനെ വാഴിച്ചു തന്നു. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചവനുമായി. നോക്കിയേ, ഞാനോ വൃദ്ധനും നരച്ചവനുമായി. അപ്പൊ വാർത്തയ്ക്കാണ്. ഇനി ആ മനുഷ്യൻ പറയുന്നത് കേട്ടെ. എന്റെ മക്കൾ നിങ്ങളോട് കൂടെ ഉണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. ഞാൻ ഇതാ ഇവിടെ നിൽക്കുന്നു. ഞാൻ ഒരുത്തന്റെ കാളെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ ഒരുത്തന്റെ കാളയെ അപഹരിച്ചിട്ടുണ്ടോ? ഒരുത്തന്റെ കഴുതയെ അപഹരിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവനെയും ചതിച്ചിട്ടുണ്ടോ? വല്ലവനെയും പീഡിപ്പിച്ചിട്ടുണ്ടോ? ഞാൻ വല്ലവന്റെയും കയ്യിൽ നിന്ന് കൈക്കൂലി വാങ്ങി എന്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? കൈ കൊടുത്ത് പറഞ്ഞേ, ഇതാണ് സാക്ഷ്യം എന്ന് പറഞ്ഞേ. ഇതാണ് സാക്ഷ്യം. ഇതാണ് സാമുവേൽ എന്ന് പറയുന്ന മനുഷ്യനെ ഞാൻ ബൈബിളിൽ വായിക്കുമ്പോൾ ഒരു കറപ്ഷൻ ഇല്ലാതെ നര പിടിച്ച് വൃദ്ധനായിരിക്കുമ്പോഴും ഈ വാർദ്ധക്യത്തിലും പുള്ളിയുടെ അടുത്ത് ഒരാൾ വന്നാൽ ഇമ്പോർട്ടേഷൻ നടക്കുമായിരുന്നു. ഞാൻ അതിലേക്ക് വരാം. അതിന്റെ കാരണം ആ മനുഷ്യന്റെ ജീവിതം. പ്രവചനം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ല, ജീവിതവും കൂടെ ഉണ്ടാകണം. കൃപാവരങ്ങൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, ലൈഫ് കൂടെ ഉണ്ടാകണം. ഞാൻ ചില ദിവസമൊക്കെ എൻ്റെ വിഷമം കൊണ്ടാണ് ചിലപ്പോൾ പറയുന്നതെങ്കിലും എനിക്ക് അങ്ങനെ പറയാനൊരു സാക്ഷ്യം ഉള്ളത് കൊണ്ട് ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്ന് ഇതേ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നിങ്ങളുടെ കയ്യിൽ നിന്ന് വല്ലതും വാങ്ങിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എൻ്റെ വ്യക്തിപരമായ പേഴ്സണലായ കാര്യങ്ങൾക്ക് കടം വാങ്ങിയോ, നിങ്ങളെ അപഹരിക്കുകയോ, നിങ്ങളുടെ കഴുതയോ വാങ്ങിക്കുകയോ, നിങ്ങളെ ചതിക്കുകയോ പീഡിപ്പിക്കുകയോ ഒരു മനുഷ്യനും കൈവക്കാൻ കഴിയില്ല. നമ്മളൊന്ന് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയല്ല. എന്നിൽ ഒരുപാട് ദൈവം അറിയുന്നു എന്നെ.
ഞാനും ഒത്തിരി കാര്യങ്ങളിൽ മാനസാന്തരപ്പെടാനുണ്ട്. പക്ഷെ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വമായി ഇതൊന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. അറിവില്ലാതെയും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല. ആ മനുഷ്യന്റെ അനുഭവം പങ്കുവെക്കുകയാണ്. വല്ലവനെ ഞാൻ പീഡിപ്പിച്ചിട്ടുണ്ടോ? വല്ലവന്റെ കയ്യിൽ നിന്നും കൈക്കൂലി വാങ്ങി എൻ്റെ കണ്ണ് കുരുടാക്കിയിട്ടുണ്ടോ? യഹോവയുടെ അവന്റെ അഭിഷിക്തന്റെ മുൻപാകെ എന്റെ നേരെ സാക്ഷീകരിപ്പിൻ. എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു തരാം. സ്തോത്രം. ഒരാമയും പറഞ്ഞാട്ടെ. ബൈബിളിലെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങൾ പറഞ്ഞേ. ബൈബിളിലെ 3 പുസ്തകങ്ങൾ ദൈവ സാമുവേലിനെ കൊണ്ട് എഴുതിച്ചു, അല്ലെങ്കിൽ രചിച്ചു. ന്യായാധിപന്മാർ, രൂത്ത്, 1 ശമൂവേൽ. രൂത്തിന്റെ പുസ്തകം എഴുതിയാരാ? നവോമിയോ? രൂത്തിന്റെ പുസ്തകം എഴുതിയാരാ? സാമുവേൽ. ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയാരാ? സാമുവേൽ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം എഴുതിയാരാ? സാമുവേൽ. നോർത്ത് നോക്കിയ പ്രാർത്ഥനയുടെ മറുപടിയാണ് ആ മനുഷ്യൻ. ഹന്ന കാത്തിരുന്ന് കിട്ടിയതാണ്. ഒത്തിരി നിന്നയും പരിഹാസവും കേട്ടിട്ട് കിട്ടിയതാണ്. ഈ ഒത്തിരി നിന്നയും പരിഹാസവും ഒക്കെ കേട്ടിട്ട് ദൈവം ചിലതൊക്കെ എടുത്ത് കയ്യിലോട്ട് തരും. അത് ബോംബായിരിക്കും. ചെറിയ സാധനമൊന്നും ആയിരിക്കുകയില്ല. പറയാൻ നിന്ന ഒത്തിരി കഥ പറയണം, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. സ്തോത്രം. ഫെലിസ്ത്യരുടെ ആധിപത്യങ്ങളെ അവസാനിപ്പിച്ചവനാണ്. ഈ പ്രവചനാത്മാവിനെ പകരുന്നത് വേറൊരു തലമാണ് പുള്ളിയുടെ. ഇമ്പാർട്ടേഷൻ കേൾക്കാൻ താല്പര്യമുണ്ടോ? ശൗല് വീട്ടിൽ വന്നു. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 10-ാം അധ്യായം അതിന്റെ 9, 10, 11, 12 വാക്യങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ ശമൂവേലിനെ വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ശമൂവേലിന്റെ അടുത്തുനിന്ന് ശൗല് പോയത് ഒറ്റ ദിവസം, ഒറ്റ നൈറ്റ്, ഒറ്റ ഡേ വിട്ടുപിരിഞ്ഞപ്പോ ദൈവം അവന് വേറൊരു ഹൃദയം കൊടുത്തു. ആ അടയാളങ്ങളെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. അടുത്ത വാക്യം. അവർ അവിടെ ഗിരിയെങ്കിൽ എത്തിയപ്പോൾ ഒരു പ്രവാചക ഗണം ഇതാ അവനെ എതിരെ വരുന്നു. ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോട് അവന്റെ മേൽ വന്നു. അവൻ അവരുടെ ഇടയിൽ പ്രവചിച്ചു. സാമുവേലിന്റെ അടുത്തുനിന്ന് ഒരുത്തൻ പ്രാർത്ഥനയും മേടിച്ച് ഓയിൽ ഒഴിച്ചുള്ള അഭിഷേകവും മേടിച്ചുകൊണ്ട് പോയാൽ അടുത്ത മണിക്കൂറിൽ ഈ പുള്ളിയെ പണ്ട് കണ്ടവർക്ക് പിന്നെ തിരിച്ചറിയാൻ പറ്റൂല. എന്നോ മിനിസ്ട്രി ആണെന്നൊക്കെയാ പറയുന്നത്. പ്രവചിക്കുകയാണ്. ഇനി മക്കളെ, എന്നെ ഏറ്റവും കൂടുതൽ അതിശയപ്പെടുത്തിയൊരു കാര്യം, ഈ സാമുവേല് ദാവീദിനെ സപ്പോർട്ട് ചെയ്യുന്നെന്ന് ശൗലിന് അറിവ് കിട്ടി. പിടികിട്ടിയോ? ശൗൽ എന്തു ചെയ്തെന്നറിയോ? സാമുവേലിന്റെ അടുക്കൽ വഴക്കുണ്ടാക്കാനും സാമുവേലിന് വിരോധമായിട്ട് ഇറങ്ങി വന്നു. നമ്മുടെ ഭാഷയെ പറഞ്ഞ സാമുവേലിൽ നിന്ന് 2 കൊടുത്തിട്ടേ ഉള്ളു കാര്യം എന്ന രീതിയിൽ ശൗല് സാമുവേലിന്റെ വീട്ടിൽ വന്നു കയറിയതും ചെടപടപെടാന്നങ്ങ് പ്രവചിക്കാൻ തുടങ്ങി. പുള്ളിയുടെ അടുത്ത് വരാൻ പറ്റുകയില്ല. വായിച്ചിട്ടില്ലേ? വായിച്ചോ. 1 ശമൂവേലിന്റെ പ്രവചന പുസ്തകം 19-ാം അധ്യായം 20, 21, 22, 21. അത് വായിച്ചിട്ട് പോയാൽ മതി. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവർ തലവനായിരിക്കുന്നത് കണ്ടപ്പോൾ. പ്രവാചക സംഘത്തിന്റെ തലവനായി നിൽക്കുന്ന ആരാ? ശമൂവേൽ. ഓക്കെ. ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേലും വന്നു. ഈ ദാവീദിനെ പിടിക്കാനാണ് ഇവർ വരുന്നത്. വന്നു കയറിയത് സാമുവേലിന്റെ അടുത്താണ്. പിടിക്കാൻ വന്നവരാണ്. അവിടെ എത്തിയതും ദൈവത്തിന്റെ ആത്മാവ് ശൗലിന്റെ ദൂതന്മാരുടെ മേളിലും വന്നു. അവരും പ്രവചിച്ചു. അടുത്ത വാക്യം. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. പുള്ളി അടുത്തോട്ട് ആരൊക്കെ വരും അവർ പ്രവചിക്കും. അടുത്ത വാക്യം. ശൗൽ പിന്നെ 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി സേക്കുവിലെ വലിയ കിണറ്റിങ്ങിലെത്തി ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു.
അവർ രാമയിലെ നയോത്തിൽ ഉണ്ട് എന്ന് ഈ രാമയിലാണ് സാമുവേലിന്റെ വീട്. അടുത്ത വാക്യം. അങ്ങനെ അവൻ രാമയിലെ നയോത്തിൽ ചെന്നു. അങ്ങനെ ശൗലും എവിടെ എത്തി? രാമയിൽ എത്തി. ദൈവത്തിന്റെ ആത്മാവ് അവന്റെ മേലും വന്നു. അവൻ രാമയിലെ നയോത്തിൽ എത്തും വരെ പ്രവചിച്ചു കൊണ്ട് നടന്നു. പട്ടണത്തിൽ ഒരുത്തൻ കയറിയാൽ പ്രൊഫറ്റിക് മൂവി. പിടിക്കാൻ വന്ന പ്രശ്നം ഉണ്ടാക്കാൻ വന്നവനും പ്രവചിച്ച്. ആമേൻ. പ്രാർത്ഥനയുടെ മറുപടി കേട്ടോ. മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകനായിരുന്നു സാമുവേൽ. നിങ്ങൾ ഇതുപോലെ എഴുതുന്നുണ്ടോ? ഇപ്പൊ ഞാൻ പറയുന്ന എത്രാമത്തെ പോയിന്റാ? 16. 14 ഫെലിസ്ത്യരുടെ ആധിപത്യം അവസാനിപ്പിച്ച. ഞാൻ ഇതിലേക്ക് വരിക. 15 പ്രവചനാത്മാവിനെ പകരുന്നവൻ. 16 മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകൻ. ബൈബിളിൽ എഴുതിയിരിക്കുക. 1 ശമൂവേൽ 12:2. 1 ശമൂവേൽ 12:2. താങ്ക് യു ജീസസ്. ഇപ്പോൾ രാജാവ് നിങ്ങളുടെ നായകനായിരിക്കുന്നു. ഞാനോ വൃദ്ധനും നരച്ചുനുമായി. എന്റെ മക്കൾ നിങ്ങളോട് കൂടെയുണ്ട്. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ നിങ്ങൾക്ക് നായകനായിരുന്നു. എന്റെ ബാല്യം മുതൽ ഇന്നുവരെയും ഞാൻ ഇസ്രായേൽ ജനതയ്ക്ക് നായകനായിരുന്നു. വേറൊരു നായകന്റെ പേര് പറ. മോസസ്. ഞാൻ ഇസ്രായേൽ ജനതയുടെ നായകനായിരുന്നു എന്ന് മോശ കഴിഞ്ഞ് വേറെ ആർക്ക് പറയാൻ പറ്റിയിട്ടുണ്ടോ? ചേർന്ന് ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ വരട്ടെ. 17 വാർദ്ധക്യം വരെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ആയുസ്സോടിരുന്ന് ശുശ്രൂഷ ചെയ്തവൻ. The name of Jesus, I release that word over here. Receive it in the name of Jesus. Amen. Amen. ഇനി ഞാൻ എടുത്ത വാക്യത്തിലേക്ക് വരികയാണ്. നിങ്ങൾ റെഡിയാണോ? Yes. ഒരു 10 മിനിറ്റ്. ഇനിയിപ്പോ വീട്ടിൽ ചെന്നിട്ട് ഇപ്പൊ വലിയതായിട്ട് എന്തെങ്കിലും എന്നെ നോക്കി 10 മിനിറ്റ് ശ്രദ്ധിക്കാൻ തയ്യാറാണ്? അത്യാവശ്യമുള്ളവർക്ക് പോവാം കേട്ടോ. അത്യാവശ്യമുള്ളവർക്ക് പോവാം. ഞങ്ങൾക്ക് അതിനേക്കാൾ വലിയ വേറെ അത്യാവശ്യം കൂടെ ഉണ്ട്. അതുകൊണ്ടാണ് വായിച്ചോ. നമ്മൾ ഇന്ന് എടുത്ത് കുറിവാക്യം. മെസ്സേജ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. സാമുവേൽ ആരാന്ന് പറഞ്ഞ ഇതുവരെ. പിന്നെ ശമൂവേൽ. സാമുവേൽ ആരാന്ന് പറഞ്ഞതേ ഉള്ളൂ ഇതുവരെ. ഞാൻ അടുത്ത വാക്യം. പിന്നെ ശമൂവേൽ ഒരു കല്ലെടുത്ത് മിസ്പായ്ക്കും ഷേനിനും മധ്യ നാട്ടി. ഭയങ്കരമായ പ്രതിസന്ധി നടക്കും. ബൈബിൾ എല്ലാം അടച്ചോ. നമ്മളൊരു ഡെലിവറൻസ് ഹിസ്റ്ററിയിലോട്ട് കയറാൻ പോവാ. ഭയങ്കരമായ വെല്ലുവിളി നടക്കുകയാണ്. ഫെലിസ്ത്യന്മാർ അതിശക്തമായ നിലയിൽ ഇസ്രായേലിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയത്ത് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടി. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു എന്ന് പറഞ്ഞ് അതിന് എബനേസർ എന്ന് പേരിട്ടു. പറഞ്ഞ് പേരിട്ടു. ഒരു കല്ലെടുത്ത് വെച്ചങ്ങ് പോയാ പോരായിരുന്നു. പേരിട്ടു. ഡിക്ലെയർ ചെയ്തു. 13ാമത്തെ വാക്യത്തിൽ പറയുന്നു ഇങ്ങനെ ഫെലിസ്ത്യർ ഒതുങ്ങി. ഞാന് Are you listening me? Amen. കർത്താവ് ഇന്ന് ചിലതിനകത്ത് നിങ്ങളെ വിടുവിച്ചിരിക്കും. എന്തിനു വേണ്ടിയാണ് സാമുവേൽ ഒരു കല്ലെടുത്ത് മിസ്പയ്ക്കും ഷേനും മധ്യേ നാട്ടിയത്? ഇതിന് രണ്ടിന്റെ നടുക്ക് കൊണ്ടുവച്ചിട്ട് ഒരു ഓൾട്ടർ മിസ്പയ്ക്കും ഷേനും മധ്യയിൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. കല്ലെടുത്ത് വെച്ചു. ഒരു ഓൾട്ടർ കൊണ്ടുവന്നു. എന്നിട്ട് അതിന് എബനേസർ എന്ന് പേര് വിളിച്ചു. ഈ ഒരൊറ്റ ഡിക്ലറേഷൻ കഴിഞ്ഞതും ഒന്നും ചെയ്തില്ല. ഫെലിസ്ത്യന്മാരെല്ലാം ഒതുങ്ങി. അവർക്ക് ഇസ്രായേൽ ദേശത്തോട്ട് കേറാൻ പറ്റാതെ വണ്ണം ഈ കല്ലൊരു അതിരായി മാറി.
ഞാനിന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു, നിന്റെ വീടിന് നിന്ന് സ്വർഗം ഒരു അതിര് വെക്കുകയാണ്. ചില തിന്മകൾ കയറി വരാതെ, ചില വെല്ലുവിളികളെ തടഞ്ഞുകൊണ്ട് ആത്മതലങ്ങളിൽ ചില അതിരുകളെ ആത്മാവ് വെക്കട്ടെ. Jesus. Name of Jesus. Listen. ഈ മിസ്പയും ഷേനും ഇത് തമ്മിൽ 6.5 കിലോമീറ്ററിന്റെ ഡിസ്റ്റൻസ് ആണ്. മിസ്പയും ഷേനും തമ്മിൽ മിസ്റ്റർ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി, പുള്ളി പറയും വീട്ടിൽ ചെന്ന്. ആരോടാ ചോദിക്കണ്ടേ? മിസ്റ്റർ ഗൂഗിളിനോട് ചോദിച്ചാൽ മതി. ഷേനും മിസ്പയ്ക്കും 6.5 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ്. ഈ 6.5 കിലോമീറ്ററിന്റെ ഇടയ്ക്ക്, ഇതിന്റെ നടുക്ക് 6.5 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഇച്ചിരി ദൂരമുണ്ട്. ഷേനിലും വെച്ചില്ല, മിസ്പയിലും വെച്ചില്ല. ഇതിന്റെ മധ്യയിൽ പുള്ളി കൊണ്ട് കല്ല് നാട്ടി. പണ്ടൊരിക്കെ വേറൊരാള് ലൂസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കല്ലെടുത്ത് വെച്ചായിരുന്നു. പുള്ളിയുടെ പേര് യാക്കോബ് എന്നാ. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവേണി, അതിൽ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന കാഴ്ച കണ്ടു. ഇത് യഹോവയുടെ ആലയമല്ലാതെ മറ്റൊന്നല്ല, ഈ സ്ഥലം എത്ര ഭയങ്കരം എന്ന് പറഞ്ഞ് പുള്ളി അവിടെ ഒരു കല്ലെടുത്ത് വെച്ച് അതിൽ എണ്ണ ഒഴിച്ച് പ്രാർത്ഥിച്ചു. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, യാക്കോബിന്റെ ചരിത്രം അതോടുകൂടെ തിരിയുകയാണ്. ഞാൻ ഇനി ഈ സ്റ്റോൺ എന്തുവാന്ന് പറയാൻ പോവാ, ഈ കല്ല് എന്തുവാന്ന് പറയാൻ പോവാ. ഇത്രത്തോളം യഹോവ എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞിട്ട് ആ കല്ലെടുത്ത് വെച്ചു. ദ സ്റ്റോൺ ഓഫ് ഹെൽപ്പ്, എന്നെ സഹായിക്കുന്ന പാറ. I'm coming. Hallelujah. ഇനി പ്രാർത്ഥന നടക്കുന്ന എവിടാന്നറിയോ? ഉപവാസം പ്രാർത്ഥന എവിടാ നടക്കുന്നേ? മൈക്കിലൂടെ പറയാം. എന്താ കുറച്ചു മുമ്പ് വായിച്ചല്ലോ, മിസ്പയിൽ. സമൂഹം എവിടെ ആളുകളെ വിളിച്ചു കൂട്ടിയേ? എവിടെയാ ഉപവാസം പ്രാർത്ഥന നടക്കുന്നത്? മിസ്പയിൽ. പ്രാർത്ഥന നടക്കുന്നത്, ഇപ്പൊ ആളുകൾ നിൽക്കുന്നത് മിസ്പയിലാണ്. ഈ ഷേൻ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ഉണ്ടാകുന്നത്, ബാറ്റിൽസ്. കാരണം ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ടൂത്ത്, പല്ലെന്നാണ്. പല്ല്. ഷേൻ എന്ന വാക്കിന്റെ അർത്ഥം പല്ലെന്നാണ്. ഹല്ലേലൂയ. എല്ലാത്തിനെയും തവിട് പൊടിയാക്കുന്ന, അകത്ത് കയറുന്നവനെ എല്ലാം പൊട്ടിച്ചു കളയും. ഇനി കേട്ടോ, മാനസാന്തരവും ഇന്റർസെഷൻ പ്രയറും നടക്കുന്നത് മിസ്ബയിലാണ്. പ്രസന്റ് പ്ലേസ്, ഇപ്പൊ ഒരു നിൽക്കുന്ന സ്ഥലം മിസ്ബയാണ്. പക്ഷെ മിസ്ബയിൽ ഇവർ പ്രാർത്ഥനയിൽ നിൽക്കുന്നു. ശത്രു വരുന്നത് ഷെയ്ൻ ഭാഗത്തു നിന്നാണ്. Are you with me? അതിന്റെ നടുക്ക് ക്രോസ് ചെയ്തുകൊണ്ട് നടുക്ക് ഒരു കല്ല് നാട്ടിയിട്ട് ആ ഓൾട്ടറിനകത്ത് നോക്കി ഒരു ഡിക്ലറേഷൻ ഇട്ടിട്ട്, ഇവര് ഷേനിലും പോകുന്നില്ല, ഇവരെങ്ങും പോകുന്നില്ല, ഇവർ മിസ്പയിൽ പ്രാർത്ഥനയിൽ തുടരുകയാണ്. ഇത് വേറെ ആർക്കും പിടികിട്ടുന്നില്ല, പക്ഷെ ശത്രുവിന് അടുക്കാൻ കഴിയുന്നില്ല. നിനക്ക് വിരോധമായി വന്നതല്ല ഒതുങ്ങുകയാണ്. ഇന്ന് പകൽ യഹോവ എബനേസറായി, നിന്റെ സഹായമായി ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഒതുങ്ങാത്തതെല്ലാം പരിശുദ്ധാത്മാവ് തന്റെ ദൂതനെ അയച്ച് ഒതുക്കട്ടെ. ഇത് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണ്. ഇത് അനാത്മീയർക്ക് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. എനിക്ക് ഈ ലൈവിൽ ശ്രദ്ധിക്കുന്നവരോട് പറയാനുണ്ട്, നിങ്ങൾ ഈ ചർച്ചിൽ വന്നിരുന്നാൽ ഇവിടുത്തെ പ്രസൻസ് എന്തുവാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഓൾട്ടർ ടു ഓൾട്ടർ ഡീലാണ്. ഈ നിങ്ങളൊന്ന് ഒരു നിമിഷം
ഒന്നിരിക്കുവോ? നമ്മൾ ഈ മീറ്റിംഗ് കഴിയുമ്പോഴേ ഓൾട്ടർ കോൾ എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിപ്പോ ഓൾട്ടർ കോൾ കൊടുത്താൽ നിങ്ങൾ എങ്ങോട്ട് വരും? മുന്നിലോട്ട് വരും, മുന്നിലോട്ട് വരും, മുന്നിലേക്ക് വരും, മുന്നിലേക്ക് വരും, മുന്നിലേക്ക് വരും. ഓൾട്ടർ കോൾ കൊടുത്താൽ എങ്ങോട്ട് വരും? മുന്നിലേക്ക് വരും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഒരു ഓൾട്ടർ കോൾ തരുന്നു, പ്രാർത്ഥിക്കാനായി വരാന്ന് പറഞ്ഞാൽ എല്ലാം കൂടെ ഗേറ്റ് വഴി ഇറങ്ങി പോവാ, മുന്നോട്ട് വരുമോ? മുന്നോട്ട് വരും. ഈ ചർച്ചിനെ സംബന്ധിച്ച് ഇതിന്റെ ഓൾട്ടർ ആണിത്. Yes. ഇവിടെ നിന്നാണ് ഡീല്. Yes. Hallelujah. Hallelujah. നിങ്ങൾക്ക് വിസമ്മതിക്കാൻ പറ്റുമോ? ഈ പ്ലാറ്റ്ഫോമിൽ കയറി വന്ന അഭിഷിക്തന്മാർ, ഈ ഓൾട്ടറിൽ നിന്ന് ശുശ്രൂഷിച്ച ശുശ്രൂഷകന്മാർ, ഈ ഓൾട്ടറിൽ വെളിപ്പെട്ട മിനിസ്ട്രി നിമിത്തം എത്രയോ ഫലിസ്ത്യ ശക്തികളെ സ്വർഗം തകർത്തിട്ടുണ്ട്. ഇല്ലെന്ന് പറയാൻ പറ്റുമോ? എത്രയോ രോഗികൾ സൗഖ്യമായി, എത്രയോ ഭൂതഗ്രസ്തർ വിടുവിക്കപ്പെട്ടു, എത്രയോ ജീവിതങ്ങൾ നവീകരിക്കപ്പെട്ടു, എത്രയോ ജീവിതങ്ങൾ ആത്മഹത്യയിൽ നിന്ന് പുറത്തു വന്നു. തലമുറകളില്ലാത്ത എത്രയോ കുടുംബങ്ങൾക്ക് തലമുറകളെ ലഭിച്ചു. ഓൾട്ടറിൽ എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നിങ്ങൾ ചിന്തിക്കണം, പൈശാചിക ലോകത്തിനുണ്ട് ഓൾട്ടർ. അവൻ ഡീൽ ചെയ്യുന്നത് അവന്റെ ഓൾട്ടറിൽ നിന്നുണ്ട്. ലൈവിന്റെ സൗണ്ട് കട്ടിയോ? പക്ഷേ ഇവിടെ മറ്റൊരു സംവിധാനം ഇല്ല. ഈ ഓൾട്ടറിൽ ഇറങ്ങുന്ന ഒരു തീ ഉണ്ട്. ഞങ്ങൾ അതിനകത്ത് ഡീൽ ചെയ്യാം. ഞാന് എന്തോ ഒരു ഭയങ്കര ഡെലിവറൻസിലായിട്ട് കയറുന്ന എനിക്കറിയാം. ഈ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ തന്നെ 14-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം, 14-ന്റെ 13, 15-ന്റെ 13, ന്യായാധിപന്മാർ 15-ന്റെ 13. അവർ അവനോട്, ഇല്ല, ഞങ്ങൾ നിന്നെ കൊല്ലുകയില്ല, നിന്നെ പിടിച്ചു കെട്ടി അവരുടെ കയ്യിൽ ഏൽപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ അവർ 2 പുതിയ കയറുകൊണ്ട് അവനെ കെട്ടി പാറയിൽ നിന്ന് കൊണ്ടുപോയി. ശിംശോനെ ഫെലിസ്ത്യന്മാര് 2 പുതിയ കയറുകൊണ്ട് കെട്ടി. പറഞ്ഞ പുതിയ കയറ്. പുതിയ കയറ്. പിശാചിന്റെ കയ്യിൽ എപ്പോഴും പുതിയ കയറുകളാണ്. പൈശാചിക ലോകത്തിന് എപ്പോഴും പുതിയ സ്ട്രാറ്റജികളാണ്. നമ്മൾ അനുഭവിച്ച 40 വയസ്സുള്ള, 50 വയസ്സുള്ള, 70 വയസ്സുള്ള, 60 വയസ്സുള്ള, 80 വയസ്സുള്ള നിങ്ങളും ഞാനും അനുഭവിച്ച യുദ്ധമല്ല ഇന്നത്തെ പിള്ളേർ അനുഭവിക്കുന്നത്. പൈശാചിക ലോകത്തിന് എപ്പോഴും പുതിയ കയറുകളുണ്ട്. പക്ഷേ ഇതെല്ലാം തകർക്കാൻ ദൈവത്തിന് ആ പഴയ തീയേ ഉള്ളൂ. എല്ലാ ഡിമോണിക് സ്ട്രാറ്റജികളും ആത്മലോകത്തിൽ അവൻ കൊണ്ടുവരുന്ന സകല പുതിയ കയറുകളും, പിശാചേ നിന്റെ സകല പുതിയ കയറുകളും, 1 കെട്ടല്ല 2 കെട്ടിട്ട് കെട്ടുന്ന സകല കയറുകളും തീ കൊണ്ട് ഉത്തരമാരുള്ളൂ.
Zahilabayan Sibo Sakatama Libra Catalamayan Dalabare Alaba Rakatamaya Lamash. ഹോ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഉടനെ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്നു. അവന്റെ കൈ കെട്ടിയിരുന്ന കയർ തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെയായി. അവന്റെ ബന്ധനങ്ങൾ കയ്യിൽ നിന്ന് ദ്രവിച്ചു പോയി. വീണ്ടും ആവർത്തിക്കുന്നു, 2025 പിശാചിന്റെ പുതിയ കയറ് 2024 കയറല്ലത്. പക്ഷെ ഇന്ന് എനിക്ക് പറയാനുള്ളത്, പിശാചേ, നീ എത്ര പുതിയ കയറുമായിട്ട് വന്നാലും ദൈവം പൊട്ടിക്കുവല്ല, പൊട്ടിച്ചാ നീ എടുത്തോണ്ട് വരും. ദൈവം അതിനെ കത്തിക്കുക. നിനക്ക് തിരിച്ചെടുക്കാൻ കഴിയാത്തത്, നിനക്ക് തിരിച്ചു പിടിക്കാൻ കഴിയാത്തത് യേശുവിന്റെ നാമത്തിൽ നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ ആരാധനയെ ബന്ധിച്ച ബന്ധനങ്ങൾ, നിന്റെ വിശ്വാസത്തെ ബന്ധിച്ച ബന്ധനങ്ങൾ കാത്തിമാണ്. ഈ ഓൾട്ടറിനകത്ത് നിന്ന് ഇന്ന് പകലത് ഞങ്ങൾ ഡീൽ ചെയ്യാം. എന്റെ ചോദ്യം, ഒന്ന് ഇരിക്കോ? തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതുവരെ സാമുവേൽ ആരാന്ന് പറഞ്ഞുള്ളൂ. മെസ്സേജ് ഇപ്പോഴാ തുടങ്ങിയ. ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം എനിക്ക് കിട്ടണം. സഭയ്ക്കകത്തുനിന്ന്. ഇത് നാട്ടുകാരോടല്ല, ഇത് അവിശ്വാസിയോട്. ഞാൻ നിങ്ങളോടൊന്നും ഒരു ആർഗ്യുമെന്റിനും വരുന്നില്ല. എനിക്ക് സമയമില്ല, എനിക്ക് ഡിബേറ്റിന് നേരമില്ല സാറേ. എനിക്ക് ഒത്തിരി ആത്മാക്കളെ നേടാനുണ്ട്. പക്ഷെ ഞാൻ വായിക്കുന്ന കാര്യം ഞാൻ വിശ്വസിക്കുക. യഹോവയുടെ ആത്മാവാണോ ശിംശോന്റെ മേൽ ഇറങ്ങിയേ? ആണെന്ന് പറയണം. യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ ഇറങ്ങിയപ്പോ കൈ കെട്ടിയിരുന്ന കയറ് തീ കൊണ്ട് കരിഞ്ഞ ചണനൂൽ പോലെ ആകണമെങ്കിൽ ആത്മാവ് ഏത് ഫോമിലാ ഇറങ്ങിയേ? അല്ല, ഈ തീ പോലെ ഇറങ്ങണേ എന്നുള്ള പാട്ടൊന്നും ചിലർക്ക് പിടിക്കുന്നില്ലല്ലോ. അതൊന്നും പിശാചാന്നല്ലേ പറയുന്നേ? പിശാചാണോ ശിംശോന്റെ മേളിൽ ഇറങ്ങിയേ? പിശാചാണോ ശിംശോന്റെ മേളിൽ ഇറങ്ങിയേ? ആത്മാവ് ഇറങ്ങിയപ്പം കയറ് കത്തണമെങ്കിൽ ഓ തീ പോലെ ഇറങ്ങണമേ, അസ്ഥിയുടെ താഴ്വരയിൽ
ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു, അധികാരം പകരണമേ ഇനി ആത്മാവിൽ. Can I prophesy? പ്രവാചകന്മാർ എഴുന്നേൽക്കണേ, പ്രവാചകന്മാർ എഴുന്നേൽക്കണേ. അക്കരങ്ങളടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞ് ആർക്ക് അസ്വസ്ഥത ഉണ്ടാകുന്ന ഞാൻ പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പേനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തിൽ മോശ കണ്ട ഉൾപ്പടർപ്പേനുള്ളിൽ കത്തിയൊരു, തീ കത്തിക്കാം എന്ന് തീ കത്തിക്കാം സ്വർഗീയ രാജാവ്, തീ കത്തിക്കാം, തീ കത്തിക്കാം എന്ന് തീ കത്തിക്കാം സ്വർഗീയ രാജാവ്, തീ കത്തിക്കാം. എന്റെ പ്രിയന്മാരിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ, എന്റെ പ്രിയന്മാരിൽ വരാറാ, കാഹളത്തിൻ ധ്വനി കേൾക്കാറാ. മേഘേ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയും ഞാനും ചേർന്ന് പാടും ദൂത തുല്യരാ. മേഘേ ധ്വനി മുഴങ്ങും ദൂതരാത്തു പാടിയും നാമും ചേർന്ന് പാടും ദൂത തുല്യരാ. തകർക്കും നീ ദുഷ്ടഭൂജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ, തകർക്കും നീ ദുഷ്ടഭൂജത്തെ, ഉടയ്ക്കും നീ നീചപാത്രത്തെ. സിയോൻ പുത്രിയാക്കുക, സ്തുതി പാടുക, എന്റെ രാജരാജനേടുന്നല്ലതാ. സിയോൻ പുത്രിയാക്കുക, സ്തുതി പാടുക, കരങ്ങളടിച്ചപ്പോൾ രാജരാജനേടുന്നല്ലതാ. അഗ്നിനാവായി പതിയണമേ, കൊടും വീശണമേ,
ആത്മനദിയായി ഒഴുകേണമേ. ഞാൻ ഈ ജനത്തെ വിറകും, എന്റെ വചനത്തെ തീയുമാക്കും. ഞാൻ ഈ ജനത്തെ വിറകും, എന്റെ വചനത്തെ തീയുമാക്കും. My God is a consuming fire. എന്റെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. Altar to altar. സാമുവേലിന് മനസ്സിലായി, ഈ ഫെലിസ്ത്യൻ ഒതുങ്ങണമെങ്കിൽ സഹായത്തിന്റെ പാറ നടുക്ക് വരണം. സഹായത്തിന്റെ പാറ നടുക്ക് വന്നാൽ എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് ഓൾട്ടർ ടു ഓൾട്ടർ ഡീൽ എന്നൊരു സന്ദേശത്തിലേക്ക് ഇതിനെ വഴിതിരിച്ചു വിടുകയാണ്. രഫിദീമിൽ വെച്ച് മോശ അമാലിയോക്കരെ പരാജയപ്പെടുത്തി വരുമ്പോൾ ബൈബിൾ പറയുന്നു, പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ മോശ ഒരു യാഗപീഠം പണിതു രഫിദീമിൽ വെച്ച്. അതിന്റെ 15-ാമത്തെ വാക്യം വേർഡ് 15. പിന്നെ മോശ ഒരു യാഗപീഠം പണിത് അതിന് യഹോവ നിസി, യഹോവ എന്റെ കൊടി എന്ന് പേരിട്ടു. സാമുവേൽ പേരിട്ടു. ഇന്ന് പകൽ ആത്മതലത്തിൽ ചിലത് പേര് വിളിച്ച് ഡിക്ലെയർ ചെയ്യുകയാണ്. ഈ ജനത്തിന് യഹോവ എബനേസർ ആയിരിക്കും. ഈ ജനത്തിന് യഹോവ നിസി ആയിരിക്കും. ഈ ജനത്തിന് യാവേ ജൈറ ആയിരിക്കും. മോശയ്ക്ക് മനസ്സിലായി, ജയമുണ്ടാകണമെങ്കിൽ, അമാലിയോക്കർ ഇനി പൊങ്ങി വരരുതെങ്കിൽ, must build the altar there. Amen. യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഒരുത്തൻ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുവാൻ വരുമ്പോൾ നിന്റെ യാഗവസ്തുവിനെ യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുന്നതിന് മുമ്പ് there is an altar. Yes. പ്രാർത്ഥന ഒരു ഓൾട്ടറാണ്. Amen. നിന്റെ വീട്ടിനകത്ത് നീ ബിൽഡ് ചെയ്തൊരു ഓൾട്ടർ ഉണ്ട്. Yes. രാത്രിയുടെ യാമങ്ങളിൽ നീ അതിനകത്തോട്ട് കയറുമ്പോൾ Amen. പൈശാചിക ഓൾട്ടറുകളെ മുഴുവൻ Abraham built the altar. അറിയോ, മോറിയയുടെ മലമുകളിൽ ഉൽപ്പത്തി 12:7 അബ്രഹാം ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടർ പണിത് ദൈവത്തോട് കാണിച്ച വിശ്വസ്തത നിമിത്തം അബ്രഹാം അവിടുന്ന് തിരിച്ചിറങ്ങി വരുന്നത് സാധാരണ മനുഷ്യനായിട്ടല്ല. പ്രളയം കഴിഞ്ഞപ്പോ ഉൽപ്പത്തി 8:20 നോഹ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടറിൽ നോഹ കഴിച്ച യാഗത്തിന്റെ മുൻപിൽ ദൈവം തന്റെ തീരുമാനങ്ങളെ മാറ്റി. അടുത്തൊരു സീസൺ ഉണ്ടാകാൻ പോവുക. ശീതവും ഉഷ്ണവും ഉണ്ടാകാൻ പോവുക. രാവും വർഷവും ഉണ്ടാകാൻ പോവുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇതിലെല്ലാം അപ്പുറമായിട്ട് ബാലിന്റെയും അശേരയുടെയും പ്രവാചകന്മാർ ഇസബേലും ആഹാബും ഏലിയാവിനെ വെല്ലുവിളിക്കുമ്പോ കർമ്മേലിന്റെ മനയിലോട്ട് ഒറ്റയ്ക്ക് കേറി അവനും അവിടെ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ആ ഓൾട്ടറിന് മുമ്പിൽ ഏലിയാവ് മുട്ടുകുത്തി. തീ കൊണ്ട് ഉത്തരരുളുന്ന ദൈവമേ, തീ കൊണ്ട് ഉത്തരരുളുന്ന ദൈവമേ, ഇസ്രായേലിൽ നീയാണ് ദൈവമെന്ന് ഇവറ്റകൾ തിരിച്ചറിയണം. അബ്രഹാമിന്റെ ഇസഹാക്കിന്റെയും ഇസ്രായേലിന്റെ ദൈവമായ യഹോവ എന്ന് വിളിക്കുമ്പോൾ അവന്റെ ഓൾട്ടറിൽ വെളിപ്പെട്ട തീയുടെ നടുവിൽ
ആ രാജ്യം സത്യദൈവത്തെ തിരിച്ചറിഞ്ഞു. പറയാൻ നേരെ പോരാ സഹോദരങ്ങളെ. ദൈവം എന്റെ സഹായം എബനൈസർ എന്ന് പറഞ്ഞ് സാമുവേൽ ഒരു ഓൾട്ടർ ഉണ്ടാക്കി. ഞാൻ പറയുന്നു, ആ കല്ല് ക്രിസ്തുവാണ്. എന്റെ സഹായത്തിന്റെ പാറ യേശുവാണ്. He is my present help. Wow. Amen. Jesus is my future help. Amen. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എന്റെ സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. സങ്കീർത്തനം 46:1 എനിക്ക് കാണാൻ കഴിയുന്നത്, മൈ ഗാഡ് ഈസ് എ പ്രസന്റ് ഹെൽപ്പ്. Psalms 46:1 ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണ. God is our refuge and strength. He very present help in trouble. Amen. He very present help in trouble. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. Amen. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. സാമുവേൽ ഒരു കല്ല് നാട്ടി. ഇത് സഹായത്തിന്റെ പാറ എബനേസർ എന്ന് പേർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഫെലിസ്ത്യൻ ഒതുങ്ങി. ശത്രുവിന് പിന്നെ കയറി വരാൻ പറ്റിയില്ല. ഇതാ ഞാൻ ശ്രേഷ്ഠവും മാന്യവുമായ ഒരു കല്ല് സിയോനിൽ ഇടുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ ആരും ലജ്ജിച്ചു പോകയില്ല. വീട് പണിയുന്നവരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിരിക്കുന്നു. ഇത് എന്റെ യേശുവാണ്. He's my Ebenezer. He's my Ebenezer. Lift your hands in heaven and sing this letter. Ebenezer, Ebenezer, innaal varai pavare. Ebenezer, ഏലിയാവിന്റെ ഓൾട്ടറിനകത്ത് സ്വർഗത്തിൽ നിന്ന് ആ ഹോളി ഫയർ വെളിപ്പെട്ടപ്പോ അവിടെ തകർന്നത് ഡിമോണിക് ഓൾട്ടേഴ്സ് ആണ്. രണ്ട്, ഏലിയാവ് അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് മഴയുടെ മുഴക്കം കേട്ടത്. പിന്നെയാണ് ആ മനുഷ്യന്റെ വേഗത കൂടിയത്. ആ ഒരു ഇൻസിഡന്റിന് ശേഷം ഏലിയാവ് മഴയുടെ മുഴക്കം കേട്ടു. ഏലിയാവിന്റെ വേഗത കൂടി. ആഹാബിന്റെ രഥത്തിന് മുൻപിൽ കുതിരകളെക്കാൾ വേഗത്തിൽ അവനോടി. ഇന്ന് പകൽ ചില ഡിമോണിക് ഓൾട്ടറുകൾ തകരുമ്പോൾ നിന്റെ വേഗത കൂടാൻ പോവുകയാണ്. നീ ചില വിടുതലുകളുടെ മുഴക്കങ്ങൾ കേൾക്കാൻ പോവുകയാണ്. All the people, please listen to me. The revelation. എബനേസർ, ദൈവം എന്റെ സഹായമാകുന്നു, എന്റെ സഹായത്തിന്റെ പാറ ദൈവമാകുന്നു എന്ന് പറഞ്ഞ് ഈ കല്ല് മിസ്പയ്ക്കും ഷേനും മധ്യയാണ് നാട്ടിയത്. നിങ്ങളുടെ കുടുംബ ജീവിതത്തിനും മധ്യേ ഈ സഹായത്തിന്റെ പാറ വരണം. Amen. Yes.
നിന്റെ ശുശ്രൂഷയുടെ മധ്യേ ഈ സഹായത്തിന്റെ പാറ വരണം. ബന്ധങ്ങളുടെ മധ്യയിൽ 2-3 പേരെന്ന നാമത്തിൽ എവിടെ കൂടിയാലും അതിന്റെ മധ്യേ ഞാനുണ്ടെന്ന് പറഞ്ഞത്. 2 കള്ളന്മാരുടെ മധ്യേ 3 ആണികളിൽ ക്രൂശിതനായവൻ. യഹൂദന്മാരെ പേടിച്ച് വാതിലടച്ചിരുന്ന ശിഷ്യന്മാരുടെ മധ്യേ വന്ന് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞവൻ. ഫെലിസ്ത്യ പാളയത്തിന്റെ മധ്യേ ഇറങ്ങി വന്നവൻ. ശത്രുക്ക് മേശക്ക് അബേദ്നെഗോം എരിയുന്ന തീച്ചൂളയിൽ കിടന്നപ്പോൾ 4-മനായി അവരുടെ മധ്യേ. Jesus is my rock. യേശു എന്റെ പാറയാണ്. ആ പാറയ്ക്ക് സാമുവേൽ കൊടുത്ത പേര് എബനേസർ എന്നാണ്. നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ ജീവിതത്തിന്റെ മധ്യയിൽ, നിന്റെ ശുശ്രൂഷയുടെ മധ്യയിൽ എബനേസറായ ക്രിസ്തുവാകുന്ന പാറ, സഹായത്തിന്റെ പാറ വന്നാൽ പിന്നെ ശത്രുവിന് നിന്നെ ഒതുക്കാനോ തൊടാനോ നീ വിജയിക്കാൻ പോകുക. Your help has come. എന്റെ ആത്മാ പറയുന്നു, നിന്നെ ആരൊക്കെയോ സഹായിക്കാൻ പോവുകയാണ്. ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങളിലെല്ലാം ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്ന വാർത്ത നിങ്ങൾ കേൾക്കാൻ പോകുക. God will help you. No man, no man, no person, no denomination. Ebenezer, Ebenezer, Ebenezer. The Lord is my refuge. He is my fortress and my strength. He is my present help. He is my future help. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇന്ന് പകൽ എബനേസറായി എന്റെ ഭവനത്തിനകത്ത്, എന്റെ സാമ്പത്തിക മേഖലയിൽ, എന്റെ ശുശ്രൂഷയിൽ, എന്റെ ലൈഫിൽ കടന്നു വരട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ സഹായിക്കണമേ, എന്റെ തലമുറകളെ സഹായിക്കണമേ, എന്റെ ഉപജീവനത്തെ, എന്റെ ലൈഫിനെ സഹായിക്കണമേ. ആ കരങ്ങളെ ഉയർത്തിയ എബനേസറേ, 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 ഇന്നാൾ വരെ സുമന്നവരേ, എബനേസറേ, എബനേസറേ, എൻ നിனைவா இருப்பவரே, നന്ദി, നന്ദി, നന്ദി. ആ കൈകൾ ഉയർത്തി ഇത്രത്തോളം സഹായിച്ച ദൈവത്തെ ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ വാ കൊണ്ട് നിങ്ങൾ ചെറുത് ഡിക്ലെയർ ചെയ്യണം. യഹോവ ഇത്രത്തോളം എന്നെ സഹായിച്ചു എന്ന് പറഞ്ഞ് സാമുവേൽ കല്ല് നാട്ടി. ബൈബിൾ പറയുന്നു ഫെലിസ്ത്യർ ഒതുങ്ങി, പിന്നെ അവർക്ക് ഇസ്രായേലോട്ട് കേറാൻ പറ്റിയില്ല.
ദാൻ മുതൽ ബർശേബ വരെ ദൈവത്തിന്റെ വിശ്വസ്ത പ്രവാചകനായി സാമുവേൽ വാണു. എത്രയോ പ്രതിസന്ധികൾ നിങ്ങളുടെ മുമ്പിൽ വന്നു, എത്രയോ ഫെലിസ്ത്യന്മാർ, എത്രയോ വെല്ലുവിളികൾ. അവിടെ എല്ലാം എന്നെ കാത്ത ഒരു കറുപോലെ കാത്തീരേ നன்றி, ഒരു സിനയാ സുമന്തീരേ നன்றി, ഒരു കറുപോലെ ഒരു കറുപോലെ കാത്തീരേ നன்றി, என்னை சினயா சுமந்தீரே நன்றி. സഹായിക്കും. ഞാൻ ഈ ചർച്ചിൽ ഒരു ചോദ്യം, ഈ സ്റ്റേജിൽ നിൽക്കുന്ന ഇമ്മാനുവൽ ഉൾപ്പെടെ, ഹെബൻ ഉൾപ്പെടെ, ഇവിടുന്ന് അങ്ങ് പുറകിൽ വരെ ജിജിപ്പാസ് ഉൾപ്പെടെ സകലരോടും ചോദിക്കുന്നു, ആരെന്നെ സഹായിക്കും എന്ന് ഞാൻ ചോദിച്ചെടുത്ത് എന്റെ ദൈവം എനിക്ക് എബനേസറായി വന്നില്ലേ? അനുഭവിച്ചോർ ആ കരങ്ങളൊന്ന് ഉയർത്തി. നാനും എൻ വീടും എൻ വീട്ടാരും നന്ദി சொல்வோம். എനിക്ക് കുടുംബമായി നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. നാനും എൻ വീടും എൻ വീട്ടാരും ഓയാമൽ നന്ദി சொல்வோம். ഒരു കറുപോലെ കാത്തീരേ നன்றി, என்னை சிகையால் சுமந்தீரே நன்றி, ஒரு கருபோல காத்தீரே நன்றி, என்னை சிகையால் சுமந்தீரே. അക്കരങ്ങൾ ഉയർത്തിയ எபனேசரே, எபனேசரே, இந்நாள் வரை നിങ്ങളെല്ലാം സഹായിക്കുന്ന കൈ കാണാൻ പോവാ. നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ അത്ഭുതപ്പെടുത്തും. ഈ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസങ്ങൾ നിന്നെ അത്ഭുതപ്പെടുത്തും, നിന്നെ അത്ഭുതപ്പെടുത്തും. ഈ വരുന്ന ദിവസങ്ങളിൽ കർത്താവിന്റെ വരവ് വൈകുന്നെങ്കിൽ യഹോവ നിന്റെ വീട്ടിനകത്ത് ഒരു എബനേസറായി വെളിപ്പെടുന്നത്. യഹോവ നിന്റെ വീട്ടിനകത്ത്, യഹോവ നിന്റെ കുടുംബത്തിനകത്ത്, യഹോവ നിന്റെ തലമുറകൾക്ക്, യഹോവ നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു എബനേസറായി വെളിപ്പെടുന്ന കാണാൻ ജീവിതത്തിന്റെ ഒത്തിരി മേഖലകളിൽ നീ അത് അനുഭവിക്കാൻ പോവുകയാണ്. ആരെന്നെ സഹായിക്കുമെന്ന് നീ ചോദിച്ചെടുത്ത് ഇന്ന് പകൽ എബനേസറായവൻ പറയുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ മീതെ ഒഴുകില്ല, തീയിലൂടെ നടന്നാൽ നിന്റെ കാല് വെന്തു പോകില്ല, അഗ്നിജ്വാലകൾക്ക് നിന്നെ ദഹിപ്പിക്കാൻ കഴിയും. சுமந்தவரே,
ചിലത്, പത്തി വിടർത്തി നിന്ന ചിലത്, തല പൊക്കുന്ന ചിലത് ഒതുങ്ങുന്നത് കാണാൻ പോവുക. Thank you, Holy Spirit. അതിശക്തമായ ഒരു ഡെലിവറൻസിലേക്ക് ഈ അന്തരീക്ഷം നീങ്ങുകയാണ്. അതിശക്തമായ ഒരു പ്രൊഫറ്റിക് മൂവിലേക്കും ഹീലിംഗിലേക്കും ഈ അന്തരീക്ഷം മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്യാൻ പോകുകയാണ്. പക്ഷെ അതിനു മുൻപായി നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഒരു എബനേസറായി വെളിപ്പെടും. എല്ലാ കരങ്ങളും ഒന്ന് ഉയർത്തിപ്പിടിച്ച് ഹന്നായുടെ ദീർഘവർഷങ്ങളായുള്ള പ്രാർത്ഥനയുടെ കാത്തിരിപ്പിന്റെ മറുപടിയായിരുന്നു സാമുവേൽ. സാമുവേൽ എന്നൊരു മകനെ ഹന്നായിക്ക് ദൈവം കൊടുക്കുമ്പോൾ അവനൊരു പ്രവാചകനാകുമെന്നോ ഒരു പുരോഹിതനായി തീരുമെന്നോ ഒരു ന്യായപാലകനാകുമെന്നോ ജനത്തിനും മനുഷ്യർക്കും ഇടയിൽ നിൽക്കുന്ന ഒരു മധ്യസ്ഥനായ ഒരു ഇന്റർസീഡറായി നിൽക്കുമെന്നോ പ്രവചിക്കുമെന്നോ ഒന്നും ഹന്നയ്ക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ഹന്ന സാമുവേലിനെ ചോദിച്ചു മേടിച്ചതാണ്, പ്രാർത്ഥിച്ചു കിട്ടിയതാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, സാമുവേലിന്റെ ചരിത്രം ഞാനിന്ന് പ്രസംഗിച്ചു. 17 18 പോയിന്റുകൾ പറഞ്ഞിട്ടും തീരുന്നില്ലായിരുന്നു. പ്രാർത്ഥനയുടെ മറുപടി ചെറുതായിരിക്കില്ല. കാത്തിരുന്ന് ലഭിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കും. അതൊരു കഥയായി തീരുന്നതാകില്ല, അതൊരു ചരിത്രമായി തീരുന്നതാകില്ല. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടികൾ ഉണ്ടാകും. കാഴ്ചപ്പാടുകൾ നഷ്ടപ്പെട്ട ഏലിമാരുള്ള കാലത്ത് ആലയത്തിന്റെ വിളക്കണച്ച് ഉറങ്ങുന്ന പുരോഹിതന്മാരുള്ള കാലത്ത് യാഗപീഠത്തിൽ നിന്ന് മുപ്പല്ലി കൊണ്ട് യാഗവസ്തു എടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ഒരു ജനത ഉണ്ടായിരുന്ന കാലത്ത് സാമുവേൽ ദൈവത്തിന്റെ ഫേവറിലും മനുഷ്യന്റെ പ്രീതിയിലും വളർന്നു വന്നതുപോലെ, ദൈവകൃപയിൽ വളർന്നു വന്നതുപോലെ പ്രതികൂല സാഹചര്യത്തിന്റെ നടുവിലും അനുകൂലമല്ലാത്ത പല പ്രതികൂലങ്ങളുടെ നടുവിലും ദൈവം നിങ്ങളെ അതിന്റെ മധ്യയിൽ തഴച്ചു വളരുന്ന ഒരു ദേവദാരു പോലെ, ഒരു ഒലിവ് വൃക്ഷം പോലെ ഒരു സാമുവേലാക്കി മാറ്റുന്നു. ആ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനായി രാമയിൽ ദാൻ മുതൽ ബർശേബ വരെ സാമുവേലിനെ ദൈവം നിർത്തിയതുപോലെ നിങ്ങളുടെ പട്ടണത്തിൽ, നിങ്ങളുടെ ദേശത്തിൽ ഒരു വിശ്വസ്ത ദൈവപുരുഷനായി, ഒരു വിശ്വസ്ത ശുശ്രൂഷകയായി, ഒരു സഹോദരിയായി, സഹോദരനായി ദൈവം നിങ്ങളെ മാനിക്കും. ഫിലിസ്ത്യന്മാർ ആക്രമിക്കുമ്പോൾ ഷേനും മിസ്പയ്ക്കും ഇടയിൽ
സാമുവേൽ ഒരു കല്ലെടുത്ത് വെച്ചിട്ട് പറഞ്ഞു, ദൈവം എന്റെ സഹായം. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ആദ്യം നന്ദി പറയുകയാണ്. ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു. ദൈവത്തിന് നന്ദി പറയാൻ തയ്യാറായാൽ, ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ, തലപൊക്കി നിൽക്കുന്ന പലതിന്റെയും പത്തി താഴ്ത്തും. ആദ്യം പറയേണ്ടത് പരാതിയല്ല, ആദ്യം പറയേണ്ടത് പ്രതിസന്ധിയല്ല. വാ തുറന്ന് പറയോ, എന്റെ ദൈവം ഇത്രയും പ്രതികൂലത്തിന്റെ നടുവിൽ, ഇത്രയും വെല്ലുവിളികളുടെ നടുവിൽ, ഇത്രയും അസൂയാലുക്കളുടെ നടുവിൽ, ഇത്രയും ശത്രുക്കളുടെ നടുവിൽ, ഇത്രയും പഹയന്മാരുടെ നടുവിൽ, ഇത്രത്തോളം തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളുള്ളവരുടെ നടുവിൽ എന്റെ ദൈവം എന്നെ ഇത്രത്തോളം സഹായിച്ചു, ഇത്രത്തോളം നടത്തിയെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പറയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കും പറയാൻ പറ്റും, എനിക്കും പറയാൻ പറ്റും. The Lord is my Ebenezer. എന്റെ ദൈവം എനിക്ക് അബനൈസറാ. എന്നെ സഹായിച്ച പാറയാ, എന്നെ നിലനിർത്തിയ പാറയാ. അതിന്റെ മധ്യേ ആ പാറ നാട്ടിയതുപോലെ എനിക്കും നിങ്ങൾക്ക് മധ്യേ നിൽക്കുന്ന പാറയാണ് ക്രിസ്തു. സ്നേഹത്തിന്റെ പാറ, കരുതലിന്റെ പാറ, സഹായത്തിന്റെ പാറ, നിത്യജീവന്റെ പാറ, പിളർന്നതാം പാറ. ആ പാറയ്ക്കകത്ത് മറഞ്ഞാൽ ശത്രുവിന് നിന്നെ കാണാൻ കഴിയില്ല. അതൊരു വലിയ പ്രൊട്ടക്ഷനാ, വലിയൊരു പ്രൊട്ടക്ഷനാ. ആ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. നിനക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല പൈശാചിക ഗോപുരങ്ങളും യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു പോകും. യഹോവ എബനൈസറായി നിങ്ങൾക്കായി വെളിപ്പെടട്ടെ. നിങ്ങളുടെ തലമുറയെയും നിങ്ങളുടെ കുടുംബത്തെ ദൈവം അനുഗ്രഹിക്കട്ടെ, ദൈവം മാനിക്കട്ടെ. ആ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിച്ചേ.